ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. അങ്ങനെ അവൻ ചൂരച്ചൂഴയുടെ തണലിൽ കിടന്ന് ഉറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് ഭക്ഷിക്ക എന്ന് പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും തലക്കലിരിക്കുന്നത് കണ്ടു. അവൻ ഭക്ഷിച്ചു, കുടിച്ചു, പിന്നെയും കിടന്നുറങ്ങി. 7-ാം വാക്യം. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി, നീ എഴുന്നേറ്റ് ഭക്ഷിക്കൂ, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് ഭക്ഷിച്ചു, കുടിച്ചു. ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 രാവും 40 പകലും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരോവോളം അവൻ നടന്നു. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകി തന്ന ദൈവവചനം ഇതാണ്: ഞാൻ നിന്നെ അറിയുന്ന ദൈവം. ഇന്ന് പകൽക്കാലത്തിൻ്റെ മെസ്സേജ് അതാണ്, ഞാൻ നിന്നെ അറിയുന്ന ദൈവമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന വലിയ പ്രശ്നങ്ങൾ എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ദൈവത്തെ അറിയാം, ദൈവത്തിന് നമ്മെ അറിയാമോ എന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം, അല്ലേ? എനിക്ക് ഈ ലോകത്തിൽ അറിയാവുന്ന ഒത്തിരി മഹാന്മാരുണ്ട്, പക്ഷെ അവർക്കാർക്കും എന്നെ അറിയത്തില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. 1000 മഹാന്മാരുടെ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ അതിൽ ബറാക്ക് ഒബാമ ആരാന്ന് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം, മദർ തെരേസയുടെ പടം ഞാൻ പറഞ്ഞുതരാം ഇതാന്ന്, ഗാന്ധി ആരായിരുന്നെന്ന് ഞാൻ പറഞ്ഞുതരാം, എന്തിനാണ് സഖാവ് പിണറായിയുടെ പടം ഞാൻ എടുത്തു തരാം, അച്യുതാനന്ദനോടൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ അവർക്കാർക്ക് എന്നെ എന്ത് ചെയ്യത്തില്ല, അറിയില്ല. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന പ്രശ്നം അതാ, നമുക്ക് ദൈവത്തെ അറിയാം, പക്ഷെ ദൈവത്തിന് നമ്മെ അറിയാമോ എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ പ്രശ്നം. അതാ ഇന്ന് എനിക്കറിയേണ്ടത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട്, എനിക്കുള്ളവരെ എനിക്ക് അറിയാമെന്ന് പറയുന്നുണ്ട്. ഇന്ന് കർത്താവിന് നമ്മെ അറിയാമോ? ഇവിടെ ഒന്നും നിലവിളിച്ചിട്ടും ഒന്നും നമ്മളെന്ത് ചെയ്യുന്നില്ല, ഒരു പ്രതികരണം അവിടുന്ന് കേൾക്കാത്തതിൻ്റെ കാര്യം എന്നാ? പലപ്പോഴും ദൈവത്തിന് നമ്മെ അറിയത്തില്ല. കാരണം അറിയാത്തതിൻ്റെ കാര്യം തന്നെ, ദൈവവുമായിട്ട് അങ്ങനൊരു ബന്ധം നമ്മളിതുവരെ എന്ത് ചെയ്തിട്ടില്ല, സ്ഥാപിച്ചിട്ടില്ല. പണ്ടെങ്ങാണ്ട് സ്ഥാപിച്ചു, പിന്നെ ഒത്തിരി നാളായിട്ടൊരു അനക്കവും ഇല്ല. ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിച്ചിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ദൂരിതാണ്, നമ്മെ അറിയുന്ന ഒരു ദൈവം. എൻ്റെ ദൈവത്തിന് എന്നെ അറിയാമെന്ന് ഒരു ഉറപ്പ് നമ്മൾ വരുത്തണം ആദ്യം. അപ്പം അങ്ങനെയാണെങ്കിൽ ന്യായമായിട്ടൊരു ചോദ്യം ചെയ്യും, ദൈവത്തിന് എല്ലാം അറിഞ്ഞുകൂടെയും ചോദിക്കും. ദൈവത്തിന് എല്ലാം അറിയാം. ആ അറിവും വ്യക്തിപരമായി നമ്മെ അറിയുന്ന അറിവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഈ സഭയിലെ എല്ലാവരെയും എനിക്കറിയാം, പക്ഷെ ചിലരെ എനിക്ക് വളരെ പേഴ്സണലായിട്ടറിയാം, വ്യക്തിപരമായിട്ടറിയാം. അവർ ഫോൺ വിളിച്ച ഉടനെ ഞാൻ ചോദിക്കും, ഇന്നാരല്ലയോ എന്ന് ചോദിക്കും. കാരണം അവരുടെ ശബ്ദം എനിക്കറിയാം, അവരുടെ ടോൺ എനിക്കറിയാം. ദൈവം നമ്മെ അറിയുന്ന ഒരു അനുഭവത്തിൽ നാം എത്തിച്ചേർന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ചിന്താവിഷയം. ഈ വേദഭാഗം നമുക്ക് ഒതുക്കിക്കൂടെ വായിക്കാം. ആ ഭാഗത്തുനിന്ന് 5 കാര്യങ്ങളാണ് ഞാൻ വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. 5 കാര്യങ്ങൾ ഇതാ. 1, നിന്നെ അറിയുന്ന ദൈവം എന്ന് പറഞ്ഞാൽ നീ ആരാന്ന് അറിയുന്ന ഒരു ദൈവം. 2, നിൻ്റെ അവസ്ഥ അറിയുന്ന ദൈവം, നീ ഇപ്പോൾ ഏതവസ്ഥയിലാണെന്ന് ദൈവത്തിനറിയാം. 3, നീ എവിടെ ആയിരിക്കുന്നു എന്നറിയുന്ന ദൈവം, നീ ഇപ്പോൾ എവിടെയാണെന്ന് ദൈവത്തിനറിയാം. 4, നിൻ്റെ ആവശ്യം അറിയുന്ന ദൈവം. 5, നിൻ്റെ ഭാവി അറിയുന്ന ദൈവം. ഈ 5 കാര്യങ്ങളാണ് ഈ വേദഭാഗത്തു നിന്ന് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്കൊരു വ്യക്തിയെ അറിയാം എന്ന് പറയുമ്പോൾ ഈ 5 കാര്യങ്ങൾ അതിനകത്ത്
ഉൾപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിന് നമ്മെ അറിയാം എന്ന് നാം പറയുമ്പോൾ ഈ 5 കാര്യങ്ങളാണ് ഈ ഭാഗത്തുനിന്ന് ഏലിയാവിൻ്റെ ഈ ചരിത്രത്തിൽ നിന്ന് ഞാൻ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. അത് വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടെ വായിക്കാം. നമുക്ക് അതിൻ്റെ 1 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കാം. ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. ആഹാബ് രാജാവ് ചെന്ന് തൻ്റെ ഭാര്യ ഇസബേലിനോട് പറഞ്ഞു. ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. ഇസബേൽ ഏലിയാവിന്റെ അടുക്കലേക്ക് ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തിന്റെ ജീവനെ പോലെ ആക്കുന്നില്ല. നീ കൊന്നുകളഞ്ഞ പ്രവാചകന്മാരിൽ ഒരുവന്റെ ജീവനെ പോലെ ഞാൻ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. ഞാൻ സേവിക്കുന്ന എൻ്റെ ദേവന്മാർ എന്നോട് തക്കവണ്ണോ അതിൻ്റെ അധികം എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദയ്ക്കുൾപ്പെട്ട ബെർശേബയിൽ ചെന്ന് അവിടെ തന്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. താനോ മരുഭൂമിയിൽ വീണ്ടും ബെർശേബ മരുഭൂമിയിൽ നിന്ന് ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എന്നിട്ട് ദൈവത്തോട് പറയാ, ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ അവിടുന്ന് എടുത്തുകൊള്ളണമേ. ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ, ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് വളരെ രസകരമായ ഒരു ചിന്ത വന്ന് പറയാം. ഏലിയാവ് എവിടെ പോയാലും പ്രാർത്ഥിച്ചിട്ടേ ഉറങ്ങാറുള്ളൂ. പ്രാർത്ഥന എന്തുവാന്നുള്ളത് വേറെ വിഷയമാണ് അല്ലേ? കിടക്കുന്നതിന് മുമ്പ് ഒരു നല്ല പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് ഏലിയാവ് എന്ത് ചെയ്തേ കിടക്കുന്നേ. എന്നിട്ട് അങ്ങനെ അവന് ചൂരച്ചെടിയുടെ തണലിൽ എന്ത് ചെയ്തു? കിടന്ന് ഉറങ്ങി. ഇപ്പോഴാ no one knows where he is. ഏലിയാവ് എവിടാണെന്ന് ഒറ്റാക്കറിയത്തില്ല. ബെർശേബ വരെ ചെന്നു എന്നുള്ളത് ആർക്കറിയാം? കൂടെ ഉണ്ടായിരുന്ന ബാല്യക്കാരനറിയാം. അവിടുന്ന് അങ്ങോട്ടുള്ള ചരിത്രം പിന്നെ അറിയത്തില്ല. കുറേ കാര്യങ്ങളൊക്കെ പറയും, ബാക്കി എന്ത് ചെയ്യത്തില്ല, മറച്ചു വയ്ക്കും. കാരണം അത് ഇനി ആരും അറിയാൻ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. കുറേയൊക്കെ പറയും. ബെർശേബ വരെ പോയ കാര്യം എല്ലാവർക്കും അറിയാം. ബട്ട് വാട്ട് ഹാപ്പൻ ആഫ്റ്റർ ബെർശേബ നോബഡി നോസ്. ബെർശേബ വരെ പോയത് എന്ത് ചെയ്യാം, എല്ലാവർക്കും അറിയാം. കാരണം കൂടെ ആരും ഉണ്ടായിരുന്നു? ബാല്യക്കാരനുണ്ടായിരുന്നു. അവിടെ വെച്ച് ബാല്യക്കാരനോടും യാത്ര പറഞ്ഞേച്ച് ഇനി അവിടുന്ന് കൊണ്ടുള്ള ജീവിതം ഇറ്റ്സ് എ സീക്രട്ട് ലൈഫ്, രഹസ്യ ജീവിതമാണ്, ആർക്കും അറിയത്തില്ല. അത്രയും കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചോദിക്കുന്നവരോട് എല്ലാവരും ബാല്യക്കാരന് പറയാനുള്ളത് എന്തുവാ? ബെർശേബ പോയിരിക്കുകയാണ്. പക്ഷെ ആൾ ബെർശേബയിലാന്ന്. പിന്നെ അവിടുന്ന് ഒരു ദിവസത്തെ വഴി എന്ത് ചെയ്തിട്ടുണ്ട്, പുള്ളി പോയിട്ടുണ്ട്. മനുഷ്യൻ്റെ മുമ്പിലല്ലേ നിനക്ക് മറയ്ക്കാൻ പറ്റുള്ളൂ. ദൈവം തമ്പുരാൻ അയച്ചപ്പം ബെർശേബയിലോട്ടല്ല അയച്ചേ, ദൂതനെ എങ്ങോട്ട് അയച്ചേ? അവൻ പോയി കിടന്ന സ്ഥാനത്തോട്ട് തന്നെ അയച്ചേ. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നില്ലേ? ഞാനായിരുന്നു അയച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടേ വിടത്തുള്ളൂ? ബെർശേബയിലേ വിടത്തുള്ളൂ. കാരണം എന്നോട് പറഞ്ഞേക്കുന്നത് എങ്ങോട്ടാ? ബെർശേബയിൽ പോകുന്നെന്നാണ് പറഞ്ഞേ. പക്ഷെ അവിടുന്ന് ഒരു ദിവസത്തെ ഇന്ന് പകൽക്കാലം ഞാൻ അവിടെ പറയാൻ ആഗ്രഹിച്ചത്, ഹീ നോസ് യുവർ ഹിഡൻ വേസ്. നിൻ്റെ മറഞ്ഞിരിക്കുന്ന വഴിയും അവനറിയാം. അത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഹി നോസ് യുവർ ഹിഡൻ വേസ്. നീ ആരോടും വെളിപ്പെടുത്താത്ത വഴിയും നീ ആരോടും പങ്കുവയ്ക്കാത്ത വഴിയും ഇടവും പോക്കും വരവും ദൂതാത്. നീ ബെർശേബയിലേക്കെന്ന് പറഞ്ഞ് പോയിട്ട് വീണ്ടും അവിടുന്ന് ഒരു ദിവസത്തെ വഴിയും കൂടെ പോയി ഒരു ചൂരച്ചെടിയുടെ തണലിൽ കിടന്നതും ആർക്കറിയാം? ദൈവത്തിനറിയാം. പോയത് എങ്ങോട്ടാന്ന് പറഞ്ഞ്? ബെർശേബയിലോട്ട്. അവിടെ പോയോ? പോയി. അവിടെയൊക്കെ പോയായിരുന്നു. കാരണം സത്യം ചെയ്താൽ പിഴയ്ക്കത്തില്ല.
ബേർസേബയിലെ പോയി. പക്ഷേ അവിടെ നിന്ന് ഒരു ദിവസത്തെ വഴിയും കൂടെ പോയത്, ദാറ്റ് വാസ് എ സീക്രട്ട് അജണ്ട ഇൻ ഹിസ് ലൈഫ്. അവൻ്റെ ജീവിതത്തിലെ ഒരു രഹസ്യ പ്ലാനായിരുന്നു. ഇന്ന് പകൽക്കാലം അതും കൂടെ ദൈവം തമ്പുരാൻ വെളിപ്പെടുത്താൻ പോവുക. ഇന്ന് അതും കൂടെ ദൈവം എന്ത് ചെയ്യാൻ, ഏലിയാവിന് ഇറങ്ങുമ്പോഴേ അറിയാം ബേർസേബ എന്നുള്ളതൊരു താൽക്കാലികം, അവിടുന്ന് അപ്പുറം വരെ പോവാൻ. ഇതെല്ലാം വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്ത് വെച്ച് തന്നെ ആരും ഇറങ്ങിയേക്കുന്നേ, ഏലിയാവ് ഇറങ്ങിയേക്കുന്നേ. തൻ്റെ ബാല്യക്കാരനെ കൊണ്ടുപോകുന്നു, അതൊക്കെ തന്നെ. പക്ഷെ ബേർസേബയിൽ എത്തിയപ്പോഴാ എന്ത് ചെയ്യുന്നത്, ദ നെക്സ്റ്റ് സ്റ്റേജ്, അടുത്ത പ്ലാൻ അവിടെ ഇടുന്നത്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിന്നോട് പറയാനായിട്ടുള്ളത്, നിൻ്റെ സീക്രട്ട് പ്ലാൻസ് അറിയുന്ന ഒരു ദൈവം. നീ ഇപ്പോൾ എവിടെ ആയിരിക്കുന്നു എന്നുള്ളത് എല്ലാവരുടെയും അറിവിൽ ഏലിയാവ് എവിടെ, ഇപ്പം ബേർസേബയില. ബട്ട് ആക്ച്വലി എവിടെ അവൻ, അവിടുന്ന് ഒരു ദിവസത്തെ വഴിയും കൂടെ പോയിട്ട് ചൂരച്ചെടിയുടെ തണല്ല. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഒരു കാര്യം ചോദിക്കുന്നത്, നീ മനുഷ്യനോട് പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നുമാണ്. പറയുന്നതൊന്നും ബേർസേബയിൽ പോകാന്നാ പറയുന്നേ, പക്ഷെ പോകുന്നത് എങ്ങോട്ടാ, അവിടുന്നും ഒരു ദിവസത്തെ വഴി പോയിട്ട് എവിടാ, ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ റിസോർട്ട് സെൻറ്ററിലല്ലേ ചൂരച്ചെടിയുടെ തണലൊരു കൂടിലൊക്കെ കെട്ടി. സ്വത്രം ദൂത, ഇത് ദൂത ഈ പറയുന്നതൊക്കെ. പോയത് എങ്ങോട്ടാ, റിസോർട്ട്. ആമേൻ. അതേ തണൽ തേടി പോകുന്ന സ്ഥലത്തിനാ എന്തോ പേരെന്ന് പറയുന്നത്, റിസോർട്ട് എന്ന് പറയുന്നത്. ദൈവം തമ്പുരാൻ നിന്നെ അവിടെ വെച്ച് കാണാൻ പോവുക. ഒരിക്കലും ഏലിയാവ് പ്രതീക്ഷിച്ചിട്ടില്ല ഇവിടെ ഒരു ദൂതൻ വരുമെന്ന്, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇന്ന് പകൽക്കാലത്ത് എൻ്റെ ആദ്യത്തെ വിഷയം, നിന്നെ അറിയുന്ന ദൈവം. നിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് നീ മെനഞ്ഞുണ്ടാക്കുന്ന സീക്രട്ട് പ്ലാൻസിനെ കൂടെ അറിയുന്നൊരു ദൈവം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ മുമ്പിലോട്ടങ്ങ് പറ, കർത്താവേ എല്ലാം ഇന്നത്തോടുകൂടെ അവസാനിപ്പിക്കുക, എല്ലാം ഇന്നത്തോടുകൂടെ അവസാനിപ്പിക്കുക. നിന്നെ അറിയുന്ന ഒരു ദൈവം. മനുഷ്യന് നമ്മൾ പറയുന്നതേ അറിയാൻ പറ്റത്തുള്ളൂ അല്ലേ? നമ്മുടെ ഹൃദയത്തിൽ എന്തുവാന്ന് ദൈവം തമ്പുരാൻ അറിയാം. നമ്മൾ പറയുന്നത് മാത്രമേ അല്ലേ, എവിടെ പോവുക, ബേർസേബയിൽ പോവുക, അത്രേ ആർക്കറിയാവൂ, കൂടെയുള്ള ദാസന് പോലും അറിയാവൂ. പക്ഷെ അകത്തെന്തുവാ, there was something more. ഇന്ന് പകൽക്കാലം ദൈവസന്നിധി വന്നിരിക്കുന്ന നിന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയം തുറന്ന് സംസാരിക്കുക. നീ വന്നതിൻ്റെ ഇന്നർ മോട്ടീവ് എന്തുവാ, നീ വന്നതിൻ്റെ ആന്തരികമായ നിൻ്റെ ഉദ്ദേശം എന്തുവാ? നീ പറഞ്ഞത് ബേർസേബയിലേക്ക് പോവുക എന്നുള്ളതാ. പക്ഷെ നീ പോകുന്നത് വാസ്തവത്തിൽ മരിക്കാൻ ആഗ്രഹിച്ചിട്ടാ ഏലിയാവ് ഇറങ്ങിയേക്കുന്നത്. മരിപ്പാൻ ആഗ്രഹിച്ചിട്ടാ ഏലിയാവ് എന്ത് ചെയ്തേക്കുന്നത്, ഇറങ്ങി വന്നത്. നിന്നെ അറിയുന്ന ഒരു ദൈവം, നിന്നെ അറിയുന്ന ഒരു ദൈവം. വേദപുസ്തകം മുഴുവൻ നമ്മൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഈ ഭാഗത്തു നിന്ന് മാത്രമാണ് സംസാരിക്കുന്നത്. നമ്മെ അറിയുന്ന ഒരു ദൈവത്തിൻ്റെ മുൻപിലായി ഇന്ന് പകൽക്കാലം നാം ഇരിക്കുന്നത്. നീ അറിഞ്ഞോ അറിയാതെയോ വന്നെത്തിയത് നിന്നെ അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ്. നീ അറിഞ്ഞോ അറിയാതെയോ ആയിരിക്കും ഇവിടെ വന്നെത്തിയത്. പക്ഷേ എത്തിപ്പറ്റിയത് ആരുടെ മുമ്പിലാണെന്നറിയാമോ? നിന്നെ സകലതും അറിയുന്ന ഒരു ദൈവത്തിൻ്റെ മുൻപിലാണ് നീ എത്തിപ്പറ്റിയത്. സകലതും അറിയുന്ന ഒരു ദൈവത്തിൻ്റെ മുൻപിലാണ്. നമുക്ക് പറയാം നമ്മൾ ബേർസേബയിലോട്ടാണ് പോയത്. ഞാൻ പറയട്ടെ, ബേർസേബയിലോട്ട് പോകുന്നെന്ന് പറഞ്ഞാൽ ചായന്തി പോലെ. അപ്പം ദൈവം ദൂതനെ അയക്കേണ്ടത് ശരിക്കും എങ്ങോട്ടാ? ബേർസേബയിലോട്ടാ.
കാര്യം അവിടെ പ്രാർത്ഥിക്കുന്നവരെല്ലാം കർത്താവേ ബേർശബയിലായിരിക്കുന്ന ഞങ്ങളുടെ ദാസനെ നീ സൂക്ഷിക്കണേ, അനുഗ്രഹിക്കണേ എന്നാ അല്ല കൂട്ടുകാരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ബാല്യക്കാരനൊക്കെ പ്രാർത്ഥിക്കുന്നത് എന്തുവാ? കർത്താവ് ബേർശബയിലായിരിക്കുന്ന ഞങ്ങളുടെ ദാസനെ എവിടാ? ബേർശബയെന്നും ഒരു ദിവസത്തെ വഴി അപ്പുറത്ത് പോയിട്ട് ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് മരിപ്പാൻ ആഗ്രഹിച്ച ദൈവത്തോട് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. ബാല്യക്കാരൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ നിൻ്റെ ദാസനെ ഇരട്ടി ആത്മശക്തിയോടെ മടങ്ങി വന്ന് ശുശ്രൂഷിക്കാനായിട്ട്. അപ്പോഴാ ബാല്യക്കാരനോട് പറഞ്ഞേക്കുന്നത് എന്തുവാ? ബാല്യക്കാരൻ അറിയത്തില്ല തൻ്റെ യജമാനൻ പോയേക്കുന്നത് എന്തോത്തിനാന്ന്? മരിക്കാനാന്ന്. ബാല്യക്കാരൻ അറിയത്തില്ല. ബാല്യക്കാരൻ അറിയത്തില്ല തൻ്റെ ചീഫ് പാസ്റ്റർ പോയിരിക്കുന്നത്, അല്ലെങ്കിൽ തൻ്റെ യജമാനൻ പോയിരിക്കുന്നത് മരിക്കാനാന്ന്. ബാല്യക്കാരൻ ഇവിടുന്ന് പ്രാർത്ഥിക്കുന്നത് എന്തുവാ? കർത്താവേ ഞങ്ങളുടെ ദാസനെ ശക്തിയോടെ എന്ത് ചെയ്യണേ? ഉപയോഗിക്കണേ. ആത്മാവിൻ്റെ ഇരട്ടി ശക്തിയോടെ മടങ്ങി വന്ന് ശുശ്രൂഷിപ്പാൻ നീ സഹായിക്കണേ. പക്ഷേ ദാസൻ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നത് എന്തുവാ? അല്ല, യജമാനൻ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നത് എന്തുവാ? മതി യഹോവേ മതി. നമ്മുടെ വാക്കുകൾ മനുഷ്യനെ വരുത്തുന്ന ചിന്ത മനസ്സിലായോ എന്തുവാന്ന്? ബേർശബയിൽ ചെന്ന ഏലിയാവിൻ്റെ അടുക്കിലേക്ക് ദൈവം ദൂതനെ അയക്കുന്നത് ബേർശബയിലോട്ടല്ല അയച്ചത്. എങ്ങോട്ടാണെന്നറിയാമോ? അവനായിരുന്ന സ്ഥാനത്തേക്ക് തന്നെ. എൻ്റെ ആദ്യത്തെ പോയിൻ്റാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. നിന്നെ അറിയുന്ന ഒരു ദൈവം, നിന്നെ അറിയുന്ന ഒരു ദൈവം. 2, നിന്റെ അവസ്ഥ അറിയുന്ന ഒരു ദൈവം. ഇപ്പൊ എങ്ങനെയാ ഏലിയാവിൻ്റെ അവസ്ഥ? എന്നാ? ഹി വാസ് സോ ഡിപ്രസ്ഡ്. മാനസികമായി വളരെ എന്ത് ചെയ്തിരിക്കുന്നു? തകർന്നു. 2, ജീവിക്കണമെന്നൊരാഗ്രഹം പോലും ഇനി ഇല്ല. എനിക്ക് ഇപ്പോഴും പല പ്രാവശ്യം വായിച്ചപ്പോഴും തോന്നുന്നുണ്ട്, എങ്ങനെ ഇത്രയും ശുശ്രൂഷിച്ച ഒരു മനുഷ്യന് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുമെന്ന്. അവിടെ അവൻ്റെ ഹ്യൂമൻ നേച്ചർ, അവൻ്റെ മനുഷ്യ സ്വഭാവമായി. ഞാനൊരു കാര്യം പറയട്ടെ, എത്ര വലിയ ദൈവകൃപയെ നിൽക്കുന്നൊരു മനുഷ്യനാണെങ്കിലും ഒരു കാര്യം ഓർത്തോണം, ഹീ സ്റ്റിൽ എ ഹ്യൂമൻ ബീയിങ്. അവനിപ്പോഴും മനുഷ്യനാണ്. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ ഒരു വാക്കുകൊണ്ട് അവനെ എന്ത് ചെയ്യാൻ പറ്റും? മുറിവേൽപ്പിച്ച് തകർത്താൻ പറ്റും. ഇതാ പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ നിന്ന് തീ, ഏലിയാവ് ചെയ്ത പോലത്തെ ഒരു എന്ന് പറഞ്ഞാൽ ആരും ചെയ്തിട്ടില്ല. പിന്നെ തീ ഇറക്കിയെന്ന് മാത്രമല്ല, ആ വെള്ളവും മണ്ണും കൂടെ ദഹിപ്പിക്കത്തക്ക വിധത്തിലുള്ള അത്ര ശക്തമായൊരു ശുശ്രൂഷ ചെയ്ത ആ മനുഷ്യനെ തളർത്തിയത് മുഴുവനും, അവൻ്റെ ശുശ്രൂഷയിൽ നിന്ന് പുറകോട്ട് വലിച്ചത് മുഴുവനും ഒരു വാക്കാണ്. അതൊരു ദൈവമക്കളോട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ പറയുന്ന ഒരു വാക്ക് എത്ര ശക്തനായ ശുശ്രൂഷകനെയും തളർത്താൻ, തകർക്കാനല്ല കേട്ടോ, അത് രണ്ടും രണ്ടാ. തകർക്കാൻ തമ്പുരാൻ വിചാരിക്കണം, തളർത്താൻ പറ്റും. നിങ്ങൾക്കറിയാമോ? നിങ്ങൾ പറയുന്ന ഒറ്റ വാക്ക് മതി ഏത് ശക്തനായ ശുശ്രൂഷകനെയും ശുശ്രൂഷയിൽ എന്ത് ചെയ്യാൻ പറ്റും? തളർത്താൻ പറ്റും. നിങ്ങളുടെ ഒറ്റ വാക്ക് മതി. ഞാൻ ചോദിച്ചോട്ടെ, എപ്പോഴെങ്കിലും, അതുകൊണ്ടാണ് വേദപുസ്തകത്തിലെ വാക്കുകൾക്ക് ഇത്രയും ശക്തി ഉണ്ടെന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിത പങ്കാളിയെ തകർക്കാം, തളർത്താം. ഒരു ശുശ്രൂഷകനെ തളർത്താൻ പറ്റുമെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരെ തളർത്താൻ എത്ര എളുപ്പമാണ്. ഏലിയാവിനെ പോലെയുള്ളൊരു മനുഷ്യനെ കേവലം വാക്കുകളെ കൊണ്ട് തളർത്താൻ കഴിഞ്ഞെങ്കിൽ നമ്മളെയൊക്കെ തളർത്താനാണോ വലിയ പാട്? ഇല്ല. 1 വേർഡ്, നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്ക് ഒരു വ്യക്തിയെ തളർത്തുന്നതും ആ വ്യക്തിയെ അവനായിരിക്കുന്ന കർമ്മോന്മുഖമായ മണ്ഡലത്തിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നതും അവനെ നിർവീര്യനാക്കുന്നതുമാണ്. ഇവളുടെ ഒറ്റ വാക്കാണ് ഏലിയാവിനെ എന്ത് ചെയ്തത്? അവൻ്റെ പ്രവർത്തന
മണ്ഡലത്തിൽ നിന്ന്, ശ്രദ്ധിച്ചോണം, ആഹാബിൻ്റെ രഥത്തിന് മുന്നമേ ഓടത്തക്കവണ്ണം അത്രമാത്രം ശക്തനായ ആ മനുഷ്യനെ ഒരു ചൂരച്ചെടിയുടെ തണലിൽ തളർന്ന് വാടിക്കിടക്കുന്ന അനുഭവത്തിൽ എത്തിച്ചത് ചില വാക്കുകൾ മാത്രമാണ്. അതുകൊണ്ട് ദൈവമക്കൾ ഒരു കാര്യം ഓർത്തോണം, വെൻ വി സേ സംതിങ്, നമ്മൾ എന്തെങ്കിലും പറയുന്നെങ്കിൽ അത് മറ്റുള്ളവരെ ബിൽഡപ്പ് ചെയ്യുന്നതായിരിക്കണം. അതുകൊണ്ടല്ലേ വിശുദ്ധ വേദപുസ്തകം പറഞ്ഞത്, നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണമെന്ന്. അത് മറ്റുള്ളവരെ ബിൽഡ് ചെയ്യുന്നതായിരിക്കണം. അതുകൊണ്ട് കറക്റ്റ് ചെയ്യേണ്ടതെന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു തെറ്റ് കണ്ടാൽ കറക്റ്റ് ചെയ്യേണ്ടതെന്നല്ല ഞാൻ ഈ പറഞ്ഞത്. അവനെ എൻകറേജ് ചെയ്യുന്നതായിരിക്കണം, അവനെ ശക്തിപ്പെടുത്തുന്നതായിരിക്കണം, അവന് ബലം നൽകിക്കൊടുക്കുന്നതായിരിക്കണം, അവനെ കർത്താവിനോടുകൂടെ നടത്തുന്നതായിരിക്കണം. ഒരിക്കലും നമ്മുടെ വായിൽ നിന്ന് മറ്റുള്ളവരെ തകർക്കുന്ന വാക്കുകൾ, മറ്റുള്ളവരെ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ, അവരായിരിക്കുന്ന ആ ശുശ്രൂഷ മണ്ഡലത്തിൽ നിന്ന്, അതെന്തോ ആയിക്കൊള്ളട്ടെ, ആ ശുശ്രൂഷ മണ്ഡലത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയോ പുറകോട്ട് വലിക്കുകയോ അവരെ നിർവീര്യനാക്കുകയോ ചെയ്യുന്ന വാക്കുകൾ നമ്മളിൽ നിന്ന് വരുവാൻ പാടില്ല, ഒരിക്കലും വരാൻ പാടില്ല. ഏലിയാവ് ഇപ്പോഴ് ആ ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ആസ് എ ബ്രോക്കൺ മാൻ, ഒരു തകർന്ന മനുഷ്യനായിട്ടാണ് കിടക്കുന്നത്. 2, ജീവിതത്തിൽ സോ ഡിപ്രസ്ഡ്, നിരാശയുടെ അനുഭവത്തിൽ അവൻ കിടക്കുന്നത്. ഹി ഡസൻറ്റ് വാണ്ട് ടു ലീവ് എനിമോർ. ഇനി ജീവിക്കണമെന്ന് പോലും ഒരാശ അവനില്ല. എന്തേ? ഒരു വാക്കാ, ഒറ്റ വാക്ക്. ചോദിച്ചോട്ടെ, നമ്മുടെ വാക്കുകൾ ആരെങ്കിലും അങ്ങനെ ആക്കിയിട്ടുണ്ടോ? നിങ്ങൾക്കറിയത്തില്ല. ചിലപ്പം നമ്മൾ പറയുന്ന ചില വാക്കുകളാ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്നിനും കൊള്ളാത്തവരാക്കി തീർത്തേ. നമ്മൾ പറഞ്ഞ ചില വാക്കുകൾ, നിന്നെ എന്തിനു കൊള്ളാമടാന്ന് ചോദിച്ച ആ വാക്കുണ്ടല്ലോ, അത് പല പ്രാവശ്യം ആയി തീർന്നപ്പോൾ ആ കുഞ്ഞ് മനസ്സിലായി എന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന്. അവൻ പിന്നെ ഒരു കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാതായി. അവൻ തികച്ചും ഒരു അന്തർമുഖനായിട്ട് മാറി. ആരോടും മിണ്ടത്തില്ല, ആരോടും പറയത്തില്ല. ചില കുട്ടികളെ കാണുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ എന്തോ ഒരു സൗന്ദര്യം. അല്ല, ഒരു കഴക്കകത്ത് കൊച്ചാ, അത് ഒന്നിനും കൊള്ളാത്തതാ. എൻ്റെ കാര്യം എന്താണെന്ന് അറിയുമോ? ആ കുഞ്ഞുകയൊക്കെ പറഞ്ഞ വാക്കുകൾ മുഴുവൻ അങ്ങനെയാ. നിന്നെ എന്തിനു കൊള്ളാം, നീയൊക്കെ ജനിക്കാതിരുന്നെങ്കിൽ എന്ന് സ്വന്തം മക്കളുടെ മുഖത്ത് നോക്കി പറഞ്ഞ മാതാപിതാക്കളെ എനിക്കറിയാം. ഒരിക്കലും പറയല്ലേ. മലയാളത്തിലൊരു ശൈലിയുണ്ടല്ലോ, കാക്കയ്ക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞ്. ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കി അവരെ തകർക്കുന്ന വാക്കുകൾ തെറ്റായിരിക്കാൻ ചെയ്തത്. അവരെ എൻകറേജ് ചെയ്തിട്ട് അവരെ ക്രിയാത്മകമായ മറ്റൊരു പാതയിലേക്ക് നീ കടത്തിവിടൂ. അടുത്ത വീട്ടിലെ കുഞ്ഞ് പഠിക്കുന്ന പോലുള്ള പഠിക്കാൻ ബുദ്ധി ചിലപ്പോൾ നിൻ്റെ കുഞ്ഞിനില്ലായിരിക്കാം, പക്ഷേ ആ കുഞ്ഞിനില്ലാത്ത മറ്റൊരു ഗുണം ദൈവം നിൻ്റെ കുഞ്ഞിന് കൊടുത്തു കാണും. ഈ ലോകത്തിൽ എല്ലാവരും ഡോക്ടേഴ്സും എൻജിനീയേഴ്സും ആകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും IT പ്രൊഫഷനിൽ പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിൻ്റെ കുഞ്ഞിന് ദൈവം കൊടുത്തിരിക്കുന്ന കഴിവ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എൻകറേജ് ദാറ്റ്. അത് നീ അവന് നൽകിക്കൊടുക്കുക. അവനെ ഇടിച്ചു താഴ്ത്തുന്ന സംസാരങ്ങൾ ഒരിക്കലും ഉണ്ടാകരുത്. നമ്മുടെ സഭയിലെ ശുശ്രൂഷന്മാർക്ക് എല്ലാവർക്കും ഒരേ കൃപയല്ല ദൈവം കൊടുത്തേക്കുന്നത്, ഒരിക്കലുമല്ല. ഞാൻ ആരോടും ഞാൻ ചോദിച്ചിട്ടില്ല, നിങ്ങളാരും ഞാൻ പ്രസംഗിക്കുന്ന പോലെ എന്താ പ്രസംഗിക്കാത്തതെന്ന്. പക്ഷെ ഓരോരുത്തർക്കും ദൈവം കൊടുത്തിരിക്കുന്ന കഴിവുകളുണ്ട്, താലന്തുകളുണ്ട്. അതുകൊണ്ട് അവരെ കറക്റ്റ് ചെയ്യത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അവരെ തകർക്കാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ വാക്കുകൾ എന്താ? നിൻ്റെ വീട്ടിൽ അങ്ങനെയുള്ളത്, നിൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനെ പെരുമാറുന്നത്, നിൻ്റെ ഭാര്യ അങ്ങനെ പെരുമാറുന്നത്, നിൻ്റെ ഭർത്താവ് അങ്ങനെ പെരുമാറുന്നത് സൗമ്യതയും താഴ്മതയും കൊണ്ടല്ല.
നിന്റെ വാക്കുകളാൽ നീ ആ ജീവിതത്തെ എന്ത് ചെയ്തിരിക്കുന്നു? ഇടിച്ച് തകർത്ത് ഇട്ടിരിക്കുക. എന്താ ഏലിയാവേ നീ ചൂലച്ചിരിയുടെ തണലിൽ പോയി കിടക്കാൻ കാരണം? നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ ആഹാബിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ. ആഹാബിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഏലിയാവിനെ നമുക്കറിയാമല്ലോ, ഇല്ലേ? 17-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു ഏലിയാവെന്ന് ആഹാബിൻ്റെ മുമ്പിൽ നിന്ന് പറയും, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ, അല്ലേ, ദേശത്ത് മഞ്ഞും മഴയും പെയ്യത്തില്ലെന്ന് പറയുന്ന ആ പറഞ്ഞ ചങ്കൂറ്റം എന്തിയേ? ഇപ്പം ആ ധൈര്യം എന്തിയേ? ആ മനത്തൻ്റെ ഇടം എന്തിയേ? ദൈവം എന്നെ വിളിച്ചു എന്നും ഞാൻ ദൈവത്തിൻ്റെ ദാസനാണെന്നും ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇങ്ങനെ സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞിരുന്ന ആ ആത്മധൈര്യം എവിടെ പോയി? വേണ്ട, കുറച്ചുകൂടെ മുന്നോട്ട് വാ. അടുത്ത അധ്യായത്തിൽ പറയുന്നല്ലോ, ബാലിൻ്റെ പ്രവാചകന്മാരെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് പറയുന്നു, നിങ്ങളൊരു കാളയെ എടുത്ത് അതിനെ യാഗമർപ്പിക്കുക, തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവമാണ് ദൈവമെന്ന് ചങ്കൂറ്റത്തോടെ ഇത്രയും ബാലിൻ്റെ പ്രവാചകന്മാരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ് ഏലിയാവിൻ്റെ തൻ്റെ ഇടം എവിടെ പോയി? ധൈര്യം എവിടെ പോയി? അവന് ഇടിച്ചു കളഞ്ഞ ചില വാക്കുകൾ. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ദൈവാത്മാവ് ഇത്ര ശക്തമായൊരു ദൂത് തരുന്നതെന്ന്. അങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ടാൽ ചെന്ന് ധൈര്യമായിട്ട്, ബ്രദറെ അങ്ങനെ പറയാൻ പാടില്ലെന്ന് തന്നെ പറ, സഹോദരി അങ്ങനെ പറയാൻ പാടില്ലെന്ന് പറ. നിൻ്റെ കുഞ്ഞുങ്ങളോട്, നിൻ്റെ ഭാര്യയോട്, നിൻ്റെ ഭർത്താവിനോട്, സഹവിശ്വാസിയോട്, കൂട്ടുശുശ്രൂഷകനോട്, അപ്പച്ചനോട്, അമ്മച്ചിയോട് അങ്ങനെ പറയുന്നെങ്കിൽ അപ്പച്ച അങ്ങനെ പറയാൻ പാടില്ലെന്ന് പറ, സ്നേഹത്തിൽ. ഇടിച്ചു താർക്കാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ വാക്കുകൾ ശക്തിയേറിയതാണെന്ന് മറന്നു പോകരുത്. നിനക്ക് ഏതൊരു മനുഷ്യനെയും ഒരു ഭ്രാന്തനാക്കാൻ നിൻ്റെ വാക്ക് ഉണ്ട്. 10 പേര് വിചാരിച്ചാൽ മതി ഒരുത്തിനെ ഭ്രാന്തനാക്കാനായിട്ട്. 10 വേണ്ട, ഒറ്റയാൾ വിചാരിച്ചാൽ വേണമെങ്കിൽ എന്തു ചെയ്യാം, നിന്നെ മാനസിക രോഗി ആക്കാനായിട്ട് പറ്റും. പക്ഷെ ഒരു നല്ല വാക്കുണ്ടല്ലോ, ആ ജീവിതത്തെ അവസ്ഥയിൽ നിന്ന് എന്തു ചെയ്യും, കരയറ്റാനും ശക്തമാണ്. ഒരു നല്ല വാക്ക്, ഒരു നല്ല വാക്ക് ആ വ്യക്തിയെ ആ തകർന്ന അവസ്ഥയിൽ നിന്ന് ഉദ്ധരിക്കാൻ മതിയായതുമാണ്. നിൻ്റെ അവസ്ഥ അറിയുന്നൊരു ദൈവമാണ്. നീ ആരാന്നറിയുക മാത്രമല്ല, God knows where you are right now. ഇപ്പോൾ നീ എവിടെ ആയിരിക്കുന്നു എന്ന് ദൈവത്തിന് നല്ലതുപോലെ അറിയാം. ദൈവത്തിന് നല്ലപോലെ അറിയാം. അത് ഞാൻ പറഞ്ഞത്, നിന്നെ അറിയുന്ന ദൈവം. 2, നിൻ്റെ അവസ്ഥ അറിയുന്ന ദൈവം. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും അവസ്ഥ എന്തുവാണെന്ന് ദൈവത്തിന് നിൻ്റെ അവസ്ഥ എന്താണെന്ന് ദൈവത്തിന് നല്ലപോലെ അറിയാം. ചൂരച്ചെടിയുടെ തണൽ കിടന്ന ഏലിയാവിൻ്റെ അവസ്ഥ മനം നീറുന്ന, സകലരാൽ ഉപേക്ഷിക്കപ്പെട്ട, തകർന്നു പോയൊരു മനുഷ്യനെ പോലെ ഏലിയാവ് എത്തിച്ചേർന്നു. ഹി വാസ് ഇൻ ദിസ് ഡെസ്പറേറ്റ് കണ്ടീഷൻ. ഏറ്റവും ദയനീയമായ, ശൂന്യമായ, തകർന്ന ഒരവസ്ഥയിലാണ് ഏലിയാവ് എത്തിയിരുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ ആ കിടക്കുന്ന ഏലിയാവിന്, നിങ്ങൾ വിചാരിക്കുക, ആ വഴി എങ്ങാണം പോകുന്ന വഴിക്ക് ഏലിയാവ് അവിടെ കിടക്കുന്നത് നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുക. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇപ്പം കണ്ടപ്പോൾ മനസ്സിലായി ഇവൻ ആരാന്ന്. ഏലിയാവിനെ ആർക്കും കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. തെളിവ്, ഏലിയാവിനെ ആയുസ്സിൽ കണ്ടിട്ടില്ലാത്ത ശിഷ്യന്മാർ പോലും മറുരൂപമലയിൽ ഏലിയാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഏലിയാവാന്ന് മനസ്സിലാക്കി. മനസ്സിലായി ഞാൻ പറഞ്ഞേ അല്ലേ? ആയുസ്സിൽ ഏലിയാവിനെ കണ്ടിട്ടില്ലാത്ത ശിഷ്യന്മാർക്ക് മനസ്സിലായി ഇവൻ ഏലിയാവാന്ന്. അപ്പം ആർക്കും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും ഇവൻ ഏലിയാവാന്ന്. അവൻ്റെ വസ്ത്രം കൊണ്ടും സംസാരം കൊണ്ടും ഒരു പരുക്കൻ ജീവിതശൈലിയായിരുന്നു ഏലിയാവിൻ്റെ ജീവിതശൈലി. അവൻ്റെ വസ്ത്രധാരണ രീതി പോലും അങ്ങനത്തെയാ. ആഗ്രഹിക്കത്തക്കതൊന്നും അവനിലില്ല എക്സെപ്റ്റ് ഹിസ് അനോയിൻറ്റിങ്. അവൻ്റെ അഭിഷേകമല്ലാതെ വേറെ ഒന്നും അവനിൽ നിന്ന് ആരും എന്ത് ചെയ്യത്തില്ല, ആഗ്രഹിക്കത്തില്ല. അങ്ങനത്തെ ഒരു ജീവിതശൈലിയായിരുന്നു ഏലിയാവിൻ്റേത്.
ആ കിടക്കുന്ന ഏലിയാവിനെ കണ്ടിച്ച് നമ്മൾ അതിലേ പോകുന്നതെന്ന് വിചാരിച്ച് എന്തുമായിരിക്കും നമ്മൾ പറയും? അല്ലെങ്കിൽ അവന് ഇത്തിരി ആവശ്യമായിരുന്നു അല്ലേ, കുറച്ച് തലക്കനം കൂടുതലായിരുന്നു അല്ലേ. മുറിവേറ്റ് കിടക്കുന്ന ഏതാ? ശരീരത്തിലല്ല, ഒരർത്ഥത്തിൽ പറഞ്ഞ ആത്മാവിനും അല്ല, മനസ്സിൽ. ആത്മാവിന് മുറിവൊന്നും ഏറ്റിട്ടില്ല അവൻ്റെ അല്ലേ. അവൻ്റെ മാനസികമായി തകർന്ന് കിടക്കുന്ന ഏലിയാവിനെ കണ്ട് നമ്മളാ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെന്തോ പറഞ്ഞേനെ, ആവശ്യമാത്. ശരിയല്ലേ? നാളെ മുറിവേറ്റ് കിടക്കുന്ന എന്നെ കണ്ടാൽ നിങ്ങളെന്തോ പറയും? അത് ആവശ്യമാണ്, അത് ആവശ്യമായിരുന്നു പറയുന്നവരൊന്ന് കൈ ഉയർത്തിയ. അത് ആവശ്യമായിരുന്നു പാസ്റ്റർക്ക്. കാരണം കുറച്ച് അഹങ്കാരം ആയിരുന്നു. ഏലിയാവിനെ കണ്ട് ഞാൻ ചിലപ്പം വിചാരിക്കാറുണ്ട്, ആരെയും ദൈവം ആ വഴിക്ക് ആ സമയത്തൊന്നും കൊണ്ടുവരാൻ എൻ്റെ കാരണം എന്നാണെന്നറിയാമോ? നിൻ്റെ മുറിവിനോട് മുറിവ് വർദ്ധിക്കാതിരിക്കാൻ വേണ്ടിയാ. പോട്ടെ, അതെൻ്റെ വിഷയമല്ല, ദൈവദാസനോട് മാത്രം പറയേണ്ടതാണ്. ചിലപ്പോൾ ഒക്കെ നിൻ്റെ ഏകാന്തതയിൽ ദൈവം ആരെയും നിൻ്റെ അടുക്ക വിടാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? നിൻ്റെ ഉള്ള നേച്ചർ എന്തുവാന്ന് വേറെ ആരും അറിയാതിരിക്കാൻ വേണ്ടിയാ. അത് നീയും ദൈവവും മാത്രം അറിഞ്ഞാൽ മതി. അങ്ങനെയുള്ള സന്ദർഭങ്ങൾക്കായിട്ട് ദൈവത്തിന് ഞാൻ ചിലപ്പോൾ സ്തോത്രം ചെയ്യാറുണ്ട്. കാരണം ആ സമയത്തെങ്ങാണ് ആരെങ്കിലും വന്നായിരുന്നെങ്കിൽ അറിയാതെ നമ്മുടെ മനസ്സിലുള്ളത് എന്ത് ചെയ്തേനെ, അവരോട് പറഞ്ഞു പോയതിനെ, പിന്നെ അതും കൊട്ടിപ്പാടി അവരെന്ത് ചെയ്തേനെ, നടന്നേനെ, അവരത് ആഘോഷിച്ചേനെ. ചിലപ്പോഴൊന്നും ആരെയും ദൈവം നിൻ്റെ അടുക്ക വിടാത്തത് എന്താണെന്നറിയാമോ? നിന്നെ മറന്നിട്ടല്ല, നിൻ്റെ അവസ്ഥ ആരും അറിയണ്ടെന്ന് വിചാരിച്ച് തന്നെ. അങ്ങനെ വിടാത്തതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇല്ലേ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ സ്തോത്രം പറയാൻ തോന്നിയിട്ടുണ്ടോ? കർത്താവേ, ആരെ അയക്കല്ലേ ഇന്ന് എൻ്റെ വീട്ടിലോട്ടെന്ന് ഞാൻ ചിലപ്പം പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കത്തില്ല ഇല്ലേ? നമ്മൾ തന്നെ കടന്നു പോകുന്ന ചില വേദനയുടെ മധ്യത്തിൽ വി ഡോണ്ട് വാണ്ട് ടു ഫേസ് എനിബഡി. ആരെയും നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്നില്ല. ആരെയും അയക്കല്ലേ എന്ന് തന്നെ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലെങ്കിൽ ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ ദൈവം ആരെയും അയക്കാത്തതിൻ്റെ കാരണം വന്ന ഒരു കട്ടൻ കാപ്പി ഇട്ട് കൊടുക്കാൻ പോലും പഞ്ചസാര പോലും ഇല്ല. അപ്പോൾ പിന്നെ ഒരുത്തം വന്നാൽ അവനോട് പഞ്ചസാര ഇല്ലെന്ന് എന്തിനാ പറയാം അല്ലേ? അതുകൊണ്ട് ദൈവമേ ഇന്ന് ആരും ഇന്ന് വരാതിരുന്നെങ്കിൽ, കാരണം ഒരു പക്ഷേ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ നിൻ്റെ വേദന നീ അവരോട് പങ്കിട്ടേനെ, അതവർ നാട് നിങ്ങളെ ആഘോഷിക്കാനായിട്ട് കൊണ്ടു നടന്നേനെ. അതുകൊണ്ടാണ് ദൈവം ചിലപ്പോൾ നമ്മളെ ഏകാന്തതയിൽ ആയിരിക്കാൻ ദൈവം നമ്മളെ അനുവദിക്കുന്നത്. അവിടെ കിടക്കുന്ന ഏലിയാവ് തകർന്നവനായി, മനം തകർന്നവനായി, ഉള്ളു തകർന്നവനായി, തൻ്റെ ഭാരം ആരോടും പറയാൻ നിവൃത്തിയില്ലാത്തവനായി, ദൈവത്തോട് മാത്രം തൻ്റെ വേദനകൾ പുലമ്പിക്കൊണ്ട് പങ്കിട്ടുകൊണ്ട് അവിടെ കിടക്കുകയാണ് ഏലിയാവ്. നിന്നെ അറിയുന്നവൻ മാത്രമല്ല, നിൻ്റെ അവസ്ഥ അറിയുന്നവനും കൂടാ ദൈവം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അങ്ങനെ മനോവേദനയോട് ആരെങ്കിലും ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുന്നെങ്കിൽ ഒരു കാര്യം പറയാം, ദൈവം നിന്നെ ആശ്വസിപ്പിച്ചിട്ട് നിന്നോട് ഇടപെട്ടിട്ട് മാത്രമേ ദൈവം വിടത്തുള്ളൂ. പ്രസംഗിക്കുന്ന ദൈവദാസൻ ആഗ്രഹിച്ചില്ലെങ്കിലും അവൻ ആഗ്രഹിക്കാതെ തന്നെ ചില വാക്കുകൾ അവൻ്റെ വായിൽ കൂടെ ദൈവം പുറത്തു കൊണ്ടുവരുന്നത് നിന്റെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് മാത്രമാ, നിന്നെ ആശ്വസിപ്പിക്കേണ്ടതിന് മാത്രമാ, നിനക്ക് ആശ്വാസം നൽകി തരേണ്ടതിനാ. പറയാനായിട്ട് ഒരുക്കി കൂട്ടി വന്നതല്ല, പറയണമെന്ന് ആഗ്രഹിച്ച് പറയുന്നതുമല്ല. പക്ഷേ ദൈവം തൻ്റെ ദാസനിലൂടെ ചില കാര്യങ്ങൾ പറയിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? നിന്നെ അവൻ അറിയുന്നത് കൊണ്ടും നിൻ്റെ അവസ്ഥ അവൻ അറിയുന്നതും കൊണ്ടും കൂടാണ്. അപ്പം നമ്മെ അറിയുന്ന ദൈവം, നമ്മുടെ അവസ്ഥ അറിയുന്ന ദൈവം. 3, നീ എവിടെ ആയിരിക്കുന്നു എന്ന് അറിയുന്ന ദൈവമാ. അപ്പം നിന്നെ അറിയാം. ചിലപ്പോൾ അങ്ങനെ ഉണ്ട്, നമുക്ക് ആളെ അറിയാം, ആൾ വളരെ വേദനയിലാണെന്ന് അറിയാം, പക്ഷെ ആൾ എവിടാന്ന് അറിയത്തില്ല ഇല്ലേ? അങ്ങനെ ഉണ്ട് ചിലപ്പം. നമുക്ക് ഈ ആളെ അറിയാം, ഇന്നൊരാളുണ്ടെന്നറിയാം,
ആൾ വളരെ വേദനയുടെ പരിതാപത്തിലൂടെ പോകുന്നതാണെന്നറിയാം, പക്ഷെ വി ഡോണ്ട് നോ വേ ഹീസ്. ആ ആൾ എവിടാന്നറിയത്തില്ല. പക്ഷെ ദൈവം തമ്പുരാൻ അതും അറിയാം കേട്ടോ. നീ കൊടുത്ത അഡ്രസ്സ് തെറ്റാന്ന് ദൈവം തമ്പുരാൻ അറിയാം. നീ കൊടുത്ത അഡ്രസ്സ് ഏതാ? ബെർസേബ. പക്ഷെ താമസിക്കുന്ന ഇപ്പോൾ എവിടാ? ബെർസേബയിൽ നിന്ന് ഒരു ദിവസത്തെ വഴി പോയിട്ട് ചൂരച്ചെടി. ഒരു ദിവസത്തെ വഴി എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് എനിക്ക് യഹൂദന്മാരുടെ കണക്കെടുത്ത് നോക്കണം. ഒരു ദിവസത്തെ വഴി എന്ന് അവർ പറയുന്ന ഉദ്ദേശിക്കുന്നത് എത്രയാണെന്ന്. ദൂത് വീട്ടിൽ വെച്ച് കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ നോക്കി വന്നേനെ. ഇവിടെ വന്നതിന് ശേഷം ദൈവം തന്നൊരു ആലോചന ആയതുകൊണ്ടാണ് ഞാനത് കണ്ടുപിടിക്കാൻ. അവിടുന്ന് ഒരു ദിവസത്തെ വഴി. കാരണം വേദപുസ്തകത്തിലെ വഴി അളക്കുന്ന ഒരു ശബത്ത് ദിവസത്തെ വഴി എന്ന് പറയുന്നൊരു വഴിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ശബത്ത് ദിവസത്തിൽ നടക്കാൻ അനുവദിച്ചിട്ടുള്ള ദൂരത്തെ ഒരു ശബത്ത് ദിവസത്തെ വഴി എന്ന് പറയുന്നത്. ഒരു ദിവസത്തെ വഴി എത്രയാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ നോക്കി കണ്ടുപിടിച്ച് തരാം. ഒരു ദിവസത്തെ വഴി അവിടുന്ന് ഇവൻ പോയിട്ട് കിടക്കുക. അടുത്ത പ്രദേശം കാണാൻ അന്വേഷിച്ചാൽ ഇവനെ കിട്ടുമോ? കാരണം കൊടുത്ത അഡ്രസ്സിലൊന്നും അല്ല ആളിപ്പോൾ എന്ത് ചെയ്യുന്നേ, താമസിക്കുന്നേ. എല്ലാവരും കാൽക്ക് പറഞ്ഞത് ഞാൻ പറഞ്ഞ പോലെ ബേർസേബയിൽ ചെന്നിട്ട് നീ ഇവിടെ താമസിച്ചോ എന്ന് പറഞ്ഞേച്ച ആൾ പോയി. എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും എന്ത് ചെയ്തിട്ടില്ല. നീ പറയുമൊന്നും വേണ്ട, തമ്പുരാൻ അറിയാം. നീ എവിടെ ആയിരിക്കുന്നു എന്നവനറിയാം. നീ എവിടെ ആയിരിക്കുന്നു എന്ന് ദൈവത്തിനറിയാം. നിന്നെ അറിയാം, നിൻ്റെ അവസ്ഥ അറിയാം. ഇന്ന് നീ എവിടെ ആയിരിക്കുന്നതെന്ന് ദൈവത്തിനറിയാം. എവിടെ ആയിരിക്കുന്നേ അവന്? ബെർശാബയിൽ നിന്ന് ഒരു ദിവസത്തെ വഴി പോയി മരുഭൂമിയിൽ ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്നു. ആരും ഇരിക്കാത്തൊരു സ്ഥലമാണ്. ഒരു കാരണവശാലും ഇസ്രയേലിൽ ഇത്രമാത്രം അറിയപ്പെട്ട ഒരു ശുശ്രൂഷ ചെയ്യുന്ന ഒരു പ്രവാചകൻ പോയിരിക്കാത്തൊരു സ്ഥലമായത്. നോബഡി വിൽ എവർ. ഒരിക്കലും ആരും പോയി ഒരു ചൂരച്ചെടിയുടെ തണലിൽ ആരെ അന്വേഷിക്കത്തില്ല, ഒരു പ്രവാചകനെ അന്വേഷിക്കത്തില്ല. രണ്ട്, മരുഭൂമിയിലും. സാധാരണ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ആളുകൾ ഇരുന്ന് എന്ത് ചെയ്യാറുണ്ട്? ദൈവവചനം പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യാറുണ്ട്. യഹൂദന്മാരുടെ ഒരു സ്വഭാവമാണ്. സന്ധ്യയാകുമ്പോഴോ രാവിലെ സമയത്തോ അവരെന്ത് ചെയ്യുന്നറിയാമോ? അത്തിവൃക്ഷത്തിൻ്റെ തണലിലിരുന്ന് കുടുംബമായിട്ട് അല്ലെങ്കിൽ സ്നേഹിതന്മാരുമായിട്ട് ദൈവവചനം അവർ പാരായണം ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ദൈവം ഒരുത്തനോട് പറയുന്നു, യേശു ഒരുത്തനോട് പറഞ്ഞു, നീ അത്തിയുടെ ചുവട്ടിലിരിക്കുമ്പോഴേ ഞാൻ നിന്നെ കണ്ടതാന്ന്. വേറൊന്നിനുമല്ല അവിടെ എൻ്റെ ചുവട്ടിൽ പോയിരുന്നത്. എന്നാൽ ചൂരച്ചെടിയുടെ തണലിൽ നോബഡി, ആരും ഒരിക്കലും പോയിരിക്കാത്തൊരു സ്ഥലമാണ്. കാരണം അത് അങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു മരവും അല്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനും അല്ല. രണ്ട്, മരുഭൂമി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ആരും പോയിരിക്കാത്ത, ആരും എത്തിപ്പറ്റാത്ത, ആരും താമസിക്കാൻ ആഗ്രഹിക്കാത്ത, ആരും വിശ്രമിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ചൂരച്ചെടിയുടെ തണലിലേക്കാണ് ഏലിയാവ് അവിടെ ചെന്നിരിക്കുന്നത്. കാരണം പറഞ്ഞുതരാം. മരിക്കാൻ പോകുന്നതിന് പിന്നെ വേറൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടവന്, സുബോധം നഷ്ടപ്പെട്ട ആരെങ്കിലും നല്ല കുട്ടപ്പനായിട്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. കാര്യം എന്നാ? അവന് ബോധമില്ല. ഇതുപോലെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട ഏലിയാവിനെ സംബന്ധിച്ച് ഇനി ഒന്നും അവന് ചിന്തിക്കാനില്ല. അവനൊറ്റ ആഗ്രഹമുള്ളൂ, ഇസബേലിൻ്റെ കയ്യാൽ മരിക്കുന്നതിന് മുൻപ് എൻ്റെ പ്രാണൻ എന്നിൽ നിന്ന് നഷ്ടപ്പെടണം. അങ്ങനെ അവൻ പോയി ഇരിക്കുക. എവിടെ? ബേർശാബയിൽ നിന്ന് ഒരു ദിവസത്തെ വഴി അപ്പുറം പോയി ഒരു ചൂരച്ചെടിയുടെ തണലിൽ അവൻ വന്നിരിക്കുക. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നീ എവിടാ? നീ ഇന്ന് എവിടെ ആയിരിക്കുന്നേ? ജീവിതത്തിൽ വന്നതെല്ലാം ദൈവത്തിന് അറിയാം. നീ ഇന്നെവിടാ? പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് വിശ്രമിക്കുന്നവരുണ്ട്, ദൈവസന്നിധിയിൽ വന്ന് ആശ്രയം തേടുന്നവരുണ്ട്, ചൂരച്ചെടിയുടെ തണൽ തേടുന്നവരുണ്ട്. നീ എവിടേക്കാ
നിൻ്റെ ആശ്രയത്തിന് ഇന്ന് കടന്നു പോയിരിക്കുന്നേ? ഏലിയാവ് ചൂരച്ചെടിയുടെ തണലായിരിക്കുന്നത് ദൈവം കണ്ടു. ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടെ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒറ്റൊരു വിഷയം എത്രയേ ഉള്ളൂ: നീ എവിടെയായിരിക്കുന്നു എന്ന് ദൈവം അറിയുന്നു. നിന്നെ അവനറിയാം, നിൻ്റെ അവസ്ഥ അവനറിയാം, നീ ഇന്ന് എവിടെ ആയിരിക്കുന്നു എന്നവനറിയാം. വേറെ ആരും ചെന്നെത്തുവാനോ എത്തിപ്പിടിക്കുവാനോ വേറെ ആരും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, മലയാളം ഭാഷ പറഞ്ഞാൽ, മഷിയിട്ട് നോക്കിയാൽ പോലും കാണാൻ പറ്റാത്ത ഒരു സ്ഥാനത്ത് ആരും ഇരിക്കുന്നേ? ഏലിയാവ് ചെന്ന് ഇരിക്കുന്നേ. നീ എവിടെയായിരിക്കുന്നു എന്ന് ദൈവം അറിയുന്നുണ്ട്. നാലാമത്തത്, നിൻ്റെ ആവശ്യം അറിയുന്ന ദൈവം. നിൻ്റെ ആവശ്യം അറിയുന്ന ദൈവമാണ്. അതെങ്ങനെ അറിയാം ഇതായിരുന്നു ഇവൻ്റെ ആവശ്യം എന്നുള്ളത്? അല്ലേ? ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവനോടുള്ള ഇടപാടെല്ലാം നമുക്ക് നോക്കാം. അതാണ് നമ്മൾ വായിച്ച വാക്യം, 5-ാം വാക്യം. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് ഉറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു, എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. ന്യായമായിട്ട് എന്തുമായിരുന്നു ചോദിക്കേണ്ടത്? ഏലിയാവേ, ഇവിടെ നിനക്കെന്ത് കാര്യമെന്നായിരുന്നു ചോദിക്കണ്ടേ? അല്ലേ? വേറെ ഒന്നും പറയുന്നില്ല. ദൂതൻ അവന് അപ്പവും വെള്ളവും കൊടുത്തേച്ച് അവനെ തട്ടി ഉണർത്തേച്ച് പറയുന്ന ഒറ്റൊരു കാര്യം: എഴുന്നേറ്റ് ഭക്ഷിക്കുക. നിൻ്റെ ആ സമയത്ത് ഏലിയാവിന് ആവശ്യമായിരുന്നത് ദൂതല്ല, അവനെന്തുമായിരുന്നു? ഭക്ഷണമായിരുന്നു. അവിടേക്കാണ് നമുക്ക് തെറ്റുപറ്റുന്നത്, അല്ലേ? നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ടവന് ദൂത് കൊടുക്കേണ്ടവന് ഭക്ഷണം കൊടുക്കും. അവിടെയാണ് നമ്മുടെ തെറ്റ്. ആഹാരം ആവശ്യമുള്ളവന് എന്ത് ചെയ്യും? നമ്മൾ ദൂത് കൊടുക്കും. ദൂത് ആവശ്യമുള്ളവന് നമ്മൾ എന്ത് ചെയ്യും? ആഹാരവും കൊടുക്കും. കാരണം വീട്ടിൽ നല്ലപോലെ ഭക്ഷിച്ച് വന്നിരിക്കുന്നവന് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ആഹാരമാണ് കൊടുക്കുന്നത്. അവന് ആവശ്യം എന്താണെന്നറിയാം? അവൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള ദൂത ആവശ്യം, അവൻ്റെ വചനം ആവശ്യം. നിൻ്റെ ആവശ്യം അറിയുന്ന ദൈവം. നിനക്ക് ആവശ്യം എന്തുമായിരുന്നു? ഏലിയാവിന് ആവശ്യം എന്തുമായിരുന്നു? അവന് ഭക്ഷണവും വിശ്രമവുമായിരുന്നു. ഇത് രണ്ടും കഴിഞ്ഞിട്ടേ അവനെ ശക്തീകരിക്കുന്ന ദൂത് കൊടുത്തിട്ട് അർത്ഥമുള്ളൂ. ആണ്. അവന് ആവശ്യം ആഹാരമായിരുന്നു. അതുകൊണ്ട് ആഹാരം വേണ്ടവർക്ക് എന്ത് ചെയ്യണം? നമ്മൾ ആഹാരം കൊടുക്കണം. അല്ലാണ്ട് അവൻ്റെ തോളത്ത് കെട്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ കേട്ടോ ബ്രദറെ, ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് കഷ്ടി ഒരു 1/2 കിലോമീറ്റർ നടന്നാൽ ബസ് സ്റ്റാൻഡാന്ന് പറഞ്ഞല്ല വിടണ്ടേ. വാട്ട് ഹീ നീഡ്സ്, അവൻ ആവശ്യം എന്തുവാ, അവൻ്റെ ആവശ്യം എന്തുവാന്ന് ദൈവം. 4-ാമത്തെ എൻ്റെ പോയിൻ്റ്, നിൻ്റെ ആവശ്യം അറിയുന്ന ദൈവം. ഇന്ന് നിനക്ക് ആവശ്യം എന്തുവാ? നമ്മൾ ജനത്തിൻ്റെ ആവശ്യം കേൾക്കുന്നതിന് മുമ്പേ അങ്ങോട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും? അങ്ങ് അവൻ്റെ ആവശ്യം എന്തുവാന്ന് കേൾക്കുക, അല്ലെ എൻ്റെ ആവശ്യം എന്തുവാന്ന് നീ അറിയേ. നമ്മുടെ ആവശ്യം അറിയുന്ന ദൈവം. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ. ലോകത്തിലൊരു മനുഷ്യനും നിൻ്റെ ആവശ്യം അറിയുന്നില്ലെങ്കിലും എൻ്റെ ദൈവം നിൻ്റെ ആവശ്യം അറിയുന്ന ദൈവമാണ്. നിന്നെ സഹായിക്കേണ്ട കരങ്ങൾ നിന്നെ സഹായിക്കാതിരുന്നാലും സഹായത്തിനായി ദൈവം തൻ്റെ കരം നീട്ടുന്ന ദൈവമാണ്. നാച്ചുറലായിട്ട് നിന്നെ സഹായിക്കേണ്ടവരുണ്ടായിരിക്കും. അവർ നിൻ്റെ ആവശ്യങ്ങളിൽ സഹായിക്കാതെ മാറിപ്പോയാലും ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, കഴിഞ്ഞ എൻ്റെ 58 വർഷത്തെ ജീവിതം കൊണ്ട് ഞാൻ വിളിച്ചു പറയാം, എൻ്റെ ദൈവം നിന്നെ സഹായിക്കാതെ വിടത്തില്ല. വിശുദ്ധ തിരുവെഴുത്ത് ഇങ്ങനെ പറഞ്ഞത്, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരുന്നാലും യഹോവയെ അന്വേഷിച്ചവർക്ക്, ദൈവത്തെ അന്വേഷിച്ചവർക്ക് ഒരു നന്മയ്ക്കും മുടക്ക് വരുത്താതെ ദൈവം തമ്പുരാൻ നിന്നെ നടത്തും. അത് അനുഭവമാണ്, ജീവിതാനുഭവമാണ്. നിന്റെ അവസ്ഥ അറിയുന്ന ഒരു ദൈവം. ഏലിയാവിൻ്റെ അവസ്ഥ എന്തുവായിരുന്നു? വളരെ ശരീരത്തിലും മനസ്സിലും തകർന്ന് ക്ഷീണിച്ച് ഇരിക്കുന്ന ഏലിയാവിന് ആ ഭാഗത്ത് നിന്ന് കർത്താവ് എന്നെ ഒരു കാര്യം കൂടെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്
നീ ഭൗതിക ആഹാരം കഴിക്കാതിരുന്നാൽ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഗോഡ് നോസ് നീ അത് കഴിക്കണം. പാവം ഏലിയാവിന് അതിനുള്ള സമയം പോലും കിട്ടിയില്ല. ആകെ തളർന്ന് ക്ഷീണിച്ച് ഏലിയ അവിടെ ചെന്ന് ചൂരച്ചെടി തണക്കിടക്കുമ്പോൾ ദൂതനെ അയച്ചു. ദൈവം ആദ്യം കൊടുത്തത് എന്നാണെന്നറിയാമോ? നോട്ട് എ മെസ്സേജ് ബട്ട് എ മീൽ. കൊടുത്തത് ദൂതല്ല, കൊടുത്തത് ആഹാരമാണ്. അവനപ്പവും വെള്ളം അവന് നൽകി കൊടുത്തു. എന്നിട്ട് ദൂതനൊന്നും ആകെ പറഞ്ഞത് എന്തുവാ? എഴുന്നേറ്റ് ഭക്ഷിക്ക്. മലയാളത്തിൽ വായിച്ചാൽ എഴുന്നേറ്റ് തിന്നോ എന്ന് പറയുമ്പോൾ ഒരു സുഖമില്ലാത്ത വാക്കാ. അത് കുറച്ചുകൂടെ നല്ല ഭാഷ ഞാൻ പറയാം, എഴുന്നേറ്റ് ഭക്ഷിക്കൂ. ഏലിയാവ് എന്ത് ചെയ്തു? എവിടുന്നാ കൊണ്ടുവന്നേ, ആരാ കൊണ്ടുവന്നതെന്നൊന്നും നോക്കിയില്ല. എഴുന്നേറ്റ് അവൻ ഭക്ഷിച്ചു, വീണ്ടും കിടന്ന് അവൻ ഉറങ്ങി. ബിക്കോസ് ഹി നീഡഡ് സം റെസ്റ്റ്. അറിയത്തില്ല എത്ര സമയം വിശ്രമിച്ചെന്ന്. എനിക്ക് തോന്നുന്നില്ല ഉറങ്ങിയ ഉടനെ പിന്നെ വന്നു. ഐ തിങ്ക് കുറച്ച് സമയം കൊടുത്ത് കാണും. അടുത്ത് പോയി വീണ്ടും വായിക്കുന്നത് എന്നാണെന്നറിയാമോ? അത് കഴിഞ്ഞു ഏലിയാവ് കിടന്ന് ഉറങ്ങി. യഹോവയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യം വന്നവനെ തട്ടി, എഴുന്നേറ്റ് ഭക്ഷിക്കൂ. The second time the angel gave the meals and the message. രണ്ടാമത്തെ പ്രാവശ്യം ദൈവം എന്ത് ചെയ്തു? അവന് ആഹാരം കൊടുത്തേച്ച് പറഞ്ഞു, എഴുന്നേറ്റ് ഭക്ഷിക്കൂ, നിനക്കൊരു ദൂരയാത്ര ചെയ്യാനായിട്ടുണ്ട്. ഒരു മെസ്സേജ് സ്വീകരിക്കുന്നതിന് മുൻപ് ദൈവം ഏലിയാവിനെ ഫിസിക്കലായിട്ട് മെൻ്റലായിട്ട് അവനെ എന്ത് ചെയ്യാന്നറിയാമോ? അതിനെ പ്രിപ്പയർ ചെയ്തു, അവനെ ഒരുക്കിയെടുക്കുക. ഒരു ദൈവിക ദൗത്യം അവൻ്റെ കയ്യിൽ കൊടുക്കുന്നതിന് മുൻപ് ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ്, ദൈവത്തിൻ്റെ ദൂതൻ അവനെ എന്ത് ചെയ്യുന്നറിയാമോ? അവനെ ശാരീരികമായി, അവനെ മാനസികമായി അവനെ എന്ത് ചെയ്തു? ഒരുക്കിയെടുത്തിട്ടാണ് അവന് ദൂത് കൊടുക്കുന്നത്, അവൻ്റെ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നത്. നിനക്കൊരു ദൂരെ യാത്ര ചെയ്യാനായിട്ടുണ്ടെന്ന്. അവിടെ നിന്നൊരു വലിയ കാര്യം ദൈവം നമ്മെ പഠിപ്പിക്കുക. ബിഫോർ യു എൻട്രസ്റ്റ് എ മിഷൻ ആൻഡ് എ മെസ്സേജ് ടു സംവൺ, ആർക്കെങ്കിലും നമ്മളൊരു ദൗത്യമോ ഒരു ദൂതോ അവരെ ഏൽപ്പിക്കുന്നതിന് മുൻപ് വി ഹാവ് ടു പ്രിപ്പയർ ദം മെൻ്റലി ആൻഡ് ഫിസിക്കലി. അവരെ ശാരീരികമായി, അവരെ മാനസികമായി അതിനുവേണ്ടി നാം ഒരുക്കിയെടുക്കണം. ദൈവം ഏലിയാവിനെ അടുത്ത ദൗത്യത്തിനായിട്ട് അവനെ മാനസികമായും ശാരീരികമായും അവനെ എന്ത് ചെയ്യാന്നറിയാമോ? ഒരുക്കിയെടുക്കുക ചെയ്യുന്നത്. കാരണം അവൻ്റെ അവസ്ഥ എന്തുവാണെന്നറിയാം. അവൻ്റെ അപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ദൈവം നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് അവനതിനുള്ള സമയം കൊടുത്തു, റെസ്റ്റ് കൊടുത്തു, അവന് വേണ്ട ഭക്ഷണം നൽകി കൊടുത്തു. ഇനി അവനെ അതിനായിട്ട് ഇനി ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞത്, ഐ തിങ്ക്, ഞാൻ വിശ്വസിക്കുന്നു, ഗോഡ് സെൻഡ് ദ സെയിം ഏഞ്ചൽ, ഒരേ ദൂതനെ തന്നെ ആയിരിക്കും എന്ത് ചെയ്തത് ദൈവം രണ്ടാം പ്രാവശ്യം അവൻ്റെ അടുക്കൽ അയച്ചത്. കാര്യം എന്നാണെന്നറിയാമോ? ദർ ഇസ് എ റിലേഷൻഷിപ്പ്. എൻ്റെ ആവശ്യങ്ങളിൽ എന്നെ സഹായിച്ച ഈ ദൂതൻ പറയുന്നത് ഏലിയാവ് ഇപ്പോൾ എന്ത് ചെയ്യും? കേൾക്കും. കാര്യം എന്നാ? That angel met the physical need of the prophet. ആ പ്രവാചകൻ്റെ ശാരീരിക ആവശ്യമെന്തോ, അവൻ്റെ അപ്പോഴത്തെ ആവശ്യമെന്തോ, അത് ഈ ദൂതൻ നിറവേറ്റിക്കെടുത്തത് കൊണ്ട് now Elijah is also prepared to hear the further guidance from God. ദൈവത്തിൽ നിന്നുള്ള അടുത്ത നിയോഗം എന്തെന്ന് അറിയുവാനായി ഏലിയാവ് ഒരുക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒറ്റ വിഷയമുള്ളൂ. എന്തെങ്കിലും ആത്മീയ സത്യങ്ങൾ ജനത്തോട് പറയുന്നതിന് മുൻപ് ഹാവ് യു പ്രിപ്പയർഡ് ദം? നിങ്ങൾ അവരെ അതിനായിട്ട് ഒരുക്കിയിട്ടുണ്ടോ? അതോ വന്ന ഉടനെ സ്നാനപ്പെടണം കേട്ടോ എന്ന് പറഞ്ഞ് അല്ലല്ലല്ല. പ്രിപ്പയർ ദം, ഗിവ് സം ടൈം, ബിൽഡ് എ റിലേഷൻഷിപ്പ്. ആ വ്യക്തിയുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുക. ആ വ്യക്തിക്ക് അല്പം സമയം കൊടുക്കുക. ആ വ്യക്തിയുടെ ആവശ്യം എന്തെന്ന് മനസ്സിലാക്കുക. ആ വ്യക്തിയോടുകൂടെ അല്പസമയം നീ എന്ത് ചെയ്യുക? ചെലവഴിക്കുക. ബിൽഡ് ഹിം ടു റിസീവ് യുവർ വേർഡ്സ്. നിന്റെ വചനം കേൾക്കത്തക്ക വിധത്തിൽ, നിന്റെ വചനത്തെ അംഗീകരിക്കത്തക്ക വിധത്തിൽ, നിന്റെ വചനത്തിനൊത്ത് പ്രവർത്തിക്കത്തക്ക വിധത്തിൽ
ആ വ്യക്തിയെ നീ എന്ത് ചെയ്യുക? ഒരുക്കിയെടുക്കണം. ദൈവത്തിൻ്റെ ദൂതൻ അതാണ് ഏലിയാവിനോടുള്ള ബന്ധത്തിൽ ചെയ്യുന്നത്. ദൈവം അതാണ് ഏലിയാവിനോടുള്ള ബന്ധത്തിൽ ചെയ്തത്. തകർന്ന്, നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, മതി യഹോവേ എന്ന് പറഞ്ഞിട്ട് ഒരു ചൂരച്ചെടിയുടെ തണലിൽ മരിക്കാൻ കിടന്ന ഒരു മനുഷ്യനെ ദൈവം ഒരു ശക്തനായ മനുഷ്യനാക്കി വീണ്ടും മാറ്റുകയാണ് ചെയ്തത്. മതി എന്ന് പറഞ്ഞ് ശുശ്രൂഷ അവസാനിപ്പിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് തൻ്റെ കൂടെ സഞ്ചരിച്ച ആ ശിഷ്യനോട് പോലും യാത്ര പറഞ്ഞ് പോയ ഒരു മനുഷ്യനെ ദൈവം വീണ്ടും പുതുക്കിയെടുത്ത്, പണിതെടുത്ത്, ദൈവം ആ മനുഷ്യനെ ബലപ്പെടുത്തിയെടുത്ത് താൻ എവിടെ നിന്ന് ഇറങ്ങി വന്നോ അവിടേക്ക് ഇരട്ടി ശക്തിയോട് ദൈവം പറഞ്ഞേ. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവാത്മാവിലൊരു ദൂത് പറയാം. നിന്റെ ജീവിതത്തെ ദൈവം പുതുക്കി പണിയാൻ ആ ദൈവം ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ കഴിഞ്ഞ നാളുകൾ വന്ന നിരാശയുടെ മധ്യത്തിൽ, വേദനയുടെ മധ്യത്തിൽ, കഷ്ടതയുടെ മധ്യത്തിൽ, പ്രയാസത്തിൻ്റെ മധ്യത്തിൽ, രോഗത്തിൻ്റെ മധ്യത്തിൽ, തകർച്ചയുടെ മധ്യത്തിൽ നീ പറഞ്ഞു കാണൂ, ഇനി എനിക്ക് ഇങ്ങനൊരു ജീവിതമേ വേണ്ട, ഇനി എനിക്ക് ലോകത്തിൽ ജീവിക്കുകയേ വേണ്ട, ഇനി എനിക്ക് ഇങ്ങനൊരു ജീവിതം എനിക്ക് വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞ വ്യക്തിയായിരിക്കാം. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയാം, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ അതല്ല. ദൈവം നിന്നെ പണിത് നിന്നെ ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കാൻ പോകുകയാണ്. ഇത് ദൈവാത്മാവോട് ഒരു വ്യക്തിയോടുള്ള ദൂതായിട്ട് വിളിച്ചു പറയുക. നീ ഒരു പക്ഷേ നിന്റെ ജീവിതത്തിൽ ഏറ്റ അഗാധമായ ആഘാതങ്ങളുടെ വെളിച്ചത്തിൽ, ജീവിതത്തിലേറ്റ അടികളുടെ വെളിച്ചത്തിൽ, ജീവിതത്തിൽ ലഭിച്ച മുറിവുകളുടെ വെളിച്ചത്തിൽ, ജീവിതത്തിൽ ലഭിച്ചതായിരിക്കുന്ന മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ചതായ തിക്താനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എനിക്കിനി ഇങ്ങനൊരു ജീവിതമേ വേണ്ട, എനിക്ക് ലോകത്തിൽ ജീവിച്ചതേ മതി എന്നൊരു പക്ഷെ നീ ചിന്തിച്ച വ്യക്തിയായിരിക്കാം. എനിക്കൊരു ക്രിസ്തീയ ജീവിതം വേണ്ട, എനിക്ക് ഇങ്ങനെയുള്ളൊരു ജീവിതവും വേണ്ട, ഞാൻ മരിക്കുവോളം തന്നെ ജീവിക്കും, എനിക്ക് അങ്ങനൊരു ജീവിതമേ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊരു പക്ഷെ ചിന്തിച്ചു ഉറച്ച വ്യക്തിയായിരിക്കാം. അങ്ങനെ അതിനു വേണ്ട സ്റ്റെപ്പുകൾ വരെ എടുത്ത മനുഷ്യനായ ഏലിയാവ് കേവലം പറഞ്ഞുകൊണ്ടിരുന്നതല്ല. ഹി മൂവ്ഡ് അക്കോർഡിംഗ് ടു ഹിസ് ഡിസിഷൻ. അവൻ എന്താഗ്രഹിച്ചോ, അവൻ എന്തു ചിന്തിച്ചോ അതനുസരിച്ച് അവൻ്റെ കാൽച്ചുവടുകൾ മുന്നോട്ട് വെച്ചിട്ട് ബേർശേബ മരുഭൂമി വരെ ചെന്നിട്ട് അവസാനമായി തന്നോടുകൂടെ സന്തത സഹചാരിയായിരുന്ന ശിഷ്യനെയും യാത്ര പറഞ്ഞ് അയച്ചിട്ട് അവിടെ നിന്ന് ഒരു ദിവസത്തെ വഴിയും കൂടെ ദൂരെ പോയി ആ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നവൻ പ്രാർത്ഥിച്ച മനുഷ്യനോട് ദൈവം അവനെ പുതുക്കിയെടുക്കുക. ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ ആത്മാവിൽ വിളിച്ചു പറയാം, എൻ്റെ ആത്മാവിൽ എനിക്കൊന്നറിയാം, ദൈവം ചിലരെ പുതുക്കിയെടുക്കുന്ന ദിവസമാണിന്ന്. ദൈവം ചിലരെ പുതുക്കി പണിയുന്ന ദിവസമാണ്. ചിലരുടെ തീരുമാനങ്ങളെ ദൈവം തിരുത്തി എഴുതാൻ പോവുക, ചിലരുടെ ജീവിതങ്ങളെ ദൈവം പുതുക്കി പണിയാൻ പോവുക, ചിലരുടെ ജീവിതത്തോട് ദൈവം സംസാരിച്ച് ഇടപെട്ടിട്ട് നിന്നെ കൊണ്ട് എനിക്ക് വലിയവ ചെയ്യിക്കുവാൻ കഴിയും. നിന്റെ ജീവിതം തീർന്നിട്ടില്ല, നിന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല, നിന്റെ ജീവിതം അവസാനിച്ചിട്ടില്ല, നിന്നെ കൊണ്ട് എനിക്ക് ഇനിയും ചിലത് ചെയ്യിക്കാനുണ്ട്, നിന്നെ കൊണ്ട് എനിക്ക് ഇനിയും ചിലത് ചെയ്യിക്കാൻ കഴിയുമെന്ന് ദൈവം നിനക്ക് വെളിപ്പെടുത്താനായിട്ട് പോവുകയാണ്. ദിസ് ഈസ് ദ ഡേ ഓഫ് റീബിൽഡിങ്. പുതുക്കി പണിയുന്ന ഒരു ദിവസമാണ്. ഒരുപക്ഷെ ജീവിതത്തിലോട്ട് ഏറ്റ ആഘാതങ്ങളുടെ വെളിച്ചത്തിലായിരിക്കാം നീ മതി എന്ന് പറഞ്ഞത്. സ്വർഗം അത് നിഷേധിക്കുന്നില്ല. ദൈവം ഒരിക്കൽ പോലും ഏലിയാവിനോട് ചോദിച്ചില്ല, ഏലിയാവേ നീ എന്താ അങ്ങനെ പറയാൻ കാരണമെന്ന് ദൈവം കാരണം നമ്മുടെ പ്രകൃതി ദൈവത്തിന് അറിയാം. ഒരിക്കൽ പോലും ദൈവം ഏലിയാവിനെ അതിനുവേണ്ടി ആരോപിച്ചു. നീ എന്തിനാ ചൂരച്ചെടി, നിനക്ക് നേരെ ഇങ്ങ് ഹോരേബിലോട്ട് പോന്നാൽ പോരായിരുന്നോ, ഞാനിവിടെ ഇല്ലായിരുന്നോ, നിനക്ക് എൻ്റെ അടുക്കൽ വന്നാൽ പോരായിരുന്നോ, നിനക്ക് എൻ്റെ പർവ്വതത്തിലേക്ക് വന്നാൽ പോരായിരുന്നോ, നിനക്ക് എന്നോടൊന്ന് വിളിച്ചാൽ പോരാ, ഒന്നും ദൈവം ചോദിച്ചില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, കഴിഞ്ഞ നാളുകൾ നിൻ്റെ വേദനയുടെ മധ്യത്തിൽ നീ പുലമ്പിയ പുലമ്പലുകൾക്കൊന്നും ദൈവം നിന്നോട് ഉത്തരം ചോദിക്കുന്നില്ല, എക്സ്പ്ലനേഷൻ ചോദിക്കുന്നില്ല, വിശദീകരണം ചോദിക്കുന്നില്ല. അവനിതെല്ലാം മനസ്സിലായിക്കൊണ്ട് അവന് നിന്നോട് ഇനി പറയാനുള്ളത് നിനക്ക് ദൂരെ യാത്ര ചെയ്യാനുണ്ടെന്നുള്ളതാണ്. നിനക്ക് ഇനിയും ചിലത് ചെയ്യാനായിട്ടുണ്ട്. നിന്റെ വായിൽ നിന്ന് വന്ന നിരാശയുടെ വാക്കുകൾ അവനറിയാം, അവനത് മനസ്സിലാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് നീ പറഞ്ഞത്? ഞാൻ ആ ഭാഗം പഠിച്ചപ്പോഴെല്ലാം ഞാനാണെങ്കിൽ പോലും ചോദിച്ചേനെ, നല്ല ഗുഡ് ടേംസിലായതിനു ശേഷം അല്ലേ, എല്ലാമൊക്കെ ശരിയായി നല്ലല്ലേ ചോദിച്ചേ, എന്നാലും അന്നങ്ങനെ പോകാൻ കാര്യം എന്നാ, എന്നാലും അങ്ങനെ പറയാമോ, നീ ഒരു ദൈവദാസനല്ലയോ ഇല്ലേ, നമ്മളങ്ങനല്ലയോ, എല്ലാം നല്ല എല്ലല്ലേ, എല്ലാം വയറു കുറച്ച് വേണ്ടുന്നതൊക്കെ കൊടുത്ത് തലയോടിക്കൊണ്ടൊക്കെ പറയും, എന്നാൽ അങ്ങനെയൊക്കെ പറയാമായിരുന്നോ മോളെ അല്ലേ, മോനെ എന്നൊക്കെ ചോദിക്കില്ലേ. ദൈവം തമ്പുരാനത് ചോദിച്ചില്ല. എൻ്റെ കാര്യം എന്നാണെന്നറിയാമോ, നമ്മുടെ പ്രകൃതി അവൻ അറിയുന്നു, നാം പൊടിയെന്നവൻ ഓർക്കുന്നു. അതൊന്നും അവൻ എന്ത് ചെയ്തിട്ടില്ല കാര്യമായിട്ട്
എടുത്തിട്ട് പോലും ഇല്ലല്ലേ. ഇപ്പം മതി യഹോവേ, എൻ്റെ പിതാക്കന്മാരെക്കാൾ അധികം ഞാൻ അധികം നല്ലവനല്ല, എന്തൊക്കെയാണ് അവിടെ കിടന്ന് പറഞ്ഞേ അല്ലേ. ടേപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് പിടിച്ചു വെച്ചായിരുന്നെങ്കിൽ ഒന്ന് തിരിച്ച് കേൾപ്പിക്കണമായിരുന്നല്ലേ. എന്തൊക്കെയാ വേദന വന്നപ്പം പറഞ്ഞല്ലേ, എന്തൊക്കെയാ പറഞ്ഞല്ലേ. എന്നിട്ട് വേറെ വല്ലവരും അങ്ങനെ പറയുമ്പോൾ നീ അവിടെ പോയിന്ന് വലിയ കാര്യത്തിരുന്ന് പിന്നെ വലിയ ആത്മീയം പറയുന്നതൊക്കെ അങ്ങനൊന്നും നമ്മൾ പറയാൻ പാടില്ല കേട്ടോ. നമ്മൾ ദൈവമക്കളാ. നീ എന്തോ പറഞ്ഞേ? അങ്ങനൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല കേട്ടോ. കർത്താവ് അതൊന്നും ചോദിച്ചില്ല. ഏലിയാവിനോട് എന്താ നീ ഒന്നും ചോദിച്ചില്ല. എൻ്റെ ഭാഷ പറഞ്ഞാൽ ആ സമയത്ത് ദൈവം അവനെ കൺഫ്രണ്ട് ചെയ്യാൻ പോലും ചെന്നില്ല. തൻ്റെ ദൂതനെ ആവട്ടെ അവനെ കൺഫ്രണ്ട് ചെയ്ത് എവിടാണെന്നറിയാമോ? മടങ്ങി വന്ന് ഹോരേബിൽ അവൻ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ നിന്നപ്പോഴാണ് ദൈവം തമ്പുരാൻ അവനോട് സംസാരിക്കാനായിട്ട് ഇറങ്ങി വന്നേ. അതുവരെ ദൈവം തമ്പുരാൻ എന്ത് ചെയ്തില്ല? നേരിട്ട് പോകാതെ തൻ്റെ കാരണം എൻ്റെ ഭാഷയെ പറഞ്ഞാൽ നീ അങ്ങനെ കിടക്കുന്ന അവന് പോലും സഹിക്കത്തില്ലായിരുന്നു. നമ്മുടെയൊക്കെ ധാരണ ദൈവം തമ്പുരാൻ ഇഷ്ടമാണ് നമ്മളിങ്ങനെ കിടന്ന് കരയുന്നേയും കൂകുന്നേക്കെ. അല്ലല്ലല്ല, ഒരിക്കലും അല്ല. തൻ്റെ ദൂതനെ പറഞ്ഞയച്ച് അവിടെ നിന്ന് അവനെ പുറത്തു കൊണ്ടുവന്നിട്ട് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിലെത്തിയതിന് ശേഷമാണ് ദൈവം അവനോട് നേരിട്ട് സംസാരിക്കാൻ തുടങ്ങി. വാസ്തവത്തിൽ സംസാരിക്കേണ്ടപ്പോൾ എപ്പോഴായിരുന്നു സംസാരിക്കേണ്ടത്? അവിടെ വെച്ച് 2 പൊട്ടിച്ചേച്ച് വേണമായിരുന്നു എന്ത് ചെയ്യാനായിട്ട് സംസാരിക്കണം. അതല്ലേ ചൂരച്ചെടിയുടെ തിളക്ക് ഇവിടാന്നോടാ നീ ഒന്നൊക്കെ കിടക്കണം. നിന്നെ ഞാൻ എൻ്റെ പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്ത് നിന്നെ ഇത്ര വലിയ കാര്യമൊക്കെ ഞാൻ ഏൽപ്പിച്ചിട്ട് നീ പറഞ്ഞതനുസരിച്ച് ഞാൻ ആകാശത്തെ കെട്ടി, നീ പറഞ്ഞതനുസരിച്ച് ഞാൻ സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി, നീ പറഞ്ഞതനുസരിച്ച് ബാലിൻ്റെ പ്രവാചകന്മാർ മുഴുവൻ നീ ഇപ്പോൾ ഇവിടെ ഒന്ന് കിടക്കുകയാണോ, എങ്ങനെയൊക്കെയാണോ നീ പറയേണ്ടത് എന്ന് ചോദിച്ച് 2 കൊടുക്കേണ്ട സ്ഥാനത്ത് എൻ്റെ അപ്പനാണെങ്കിൽ അതായിരുന്നു ചെയ്യായിരുന്നു. 2 തന്നേച്ചേ എന്ത് ചെയ്യത്തുള്ളൂ, ബാക്കി പറയത്തുള്ളായിരുന്നു. അങ്ങനെ ചെയ്യേണ്ട സ്ഥാനത്ത് ഒന്നും പറയാതെ തൻ്റെ ദൂതനെ പറഞ്ഞു വിട്ട് അവന് വേണ്ട ആഹാരം കൊടുത്ത് അവന് ബലം നൽകി കൊടുത്ത് അവനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് അവിടെ നിന്ന് 40 ദിവസം കഴിഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞാൽ എന്തോ മാനസികമായി ശാരീരികമായി ഇവൻ എക്യുപ്ഡായി കഴിഞ്ഞു, ഇവൻ സന്നദ്ധനായി കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ദൈവ നിയോഗത്തിന് വേണ്ടി ഇവൻ ഒരുങ്ങിക്കഴിഞ്ഞ് 40 ദിവസം കഴിഞ്ഞിട്ടാ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് ഏലിയാവിനോട് സംസാരിക്കുന്നത്. അവിടെ ചോദിച്ചു, ഇവിടെ നിനക്കെന്നാ കാര്യം ചോദിച്ചു. എന്നെ കേൾക്കുന്ന ദൈവം, ഇതിൽ ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയാം നിന്നോട്. ദൈവം നിന്നെ ഒരുക്കിയതിന് ശേഷം മാത്രമേ ദൈവം നിൻ്റെ മേലോട് നിയോഗം തരത്തുള്ളൂ. നിനക്ക് ദൂരെ യാത്ര ചെയ്യാനുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ അവിടുന്ന് വിട്ടേ. ഇന്ന് ദൈവം ചിലരെ പുതുക്കി പണിയാൻ പോകും. എനിക്കറിയാം ജീവിതത്തെ തകർന്നിരിക്കുന്ന ചില ജീവിതങ്ങളുണ്ട്. ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ട ചില ജീവിതങ്ങളുണ്ട്. ജീവിതത്തിൽ മതിയെന്ന് പറഞ്ഞ ചില ജീവിതങ്ങളുണ്ട്. അവരോട് ദൈവം ഇന്ന് സംസാരിക്കുക, ഞാൻ നിന്നെ പുതുക്കി പണിയാൻ പോവുക. പിന്നെ എഴുന്നേറ്റ് പോണോ എന്നുള്ളത് നിൻ്റെ തീരുമാനത്തിൽപ്പെട്ട കാര്യമാണ് അല്ലേ? ആണ്. ദൈവം നിന്നെ വിളിക്കുമ്പോൾ നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടെന്ന് പറഞ്ഞ് നിനക്ക് ആഹാരം നൽകി തന്ന് നിനക്ക് ബലം നൽകി തന്ന് പോകാൻ വേണ്ട എല്ലാ കാര്യവും നിനക്ക് ഏൽപ്പിച്ചു തന്നിട്ട് വണ്ടിയും വരെ നിൻ്റെ മുമ്പിൽ കൊണ്ട് ചെന്നിട്ട് വാ പോവാന്ന് പറഞ്ഞ് ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് കിടക്കുകയാണെങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ ദൂതന് ഒന്നും ചെയ്യാനൊക്കത്തില്ല. എല്ലാ സാഹചര്യങ്ങളും ദൈവം ഒരുക്കി തന്നു. എൻ്റെ ഭാഷയിൽ പറഞ്ഞ അടുത്ത 40 ദിവസത്തേക്ക് യാത്ര ചെയ്യുവാനുള്ള സ്റ്റാമിന എന്ത് ചെയ്തു? ഇവന് കൊടുത്തു കഴിഞ്ഞു. ഡബിൾ ഡോസാണ് ഇവന് നൽകി കൊടുത്തേ. നോ, ഇന്ന് കർത്താവ് ചിലരോട് പറയുന്നത് നിൻ്റെ ചില പഴയ പ്രാർത്ഥനയൊക്കെ ഒന്ന് നിർത്ത്. പഴയ പ്രാർത്ഥനയൊക്കെ നിർത്ത്. കർത്താവേ, നിൻ്റെ ഹിതമെന്തോ ഞാനതിന് തയ്യാറാന്ന് പറ. നിൻ്റെ ഹിതം എന്തുവാണോ ഞാനതിന് തയ്യാറാണ്. നീ എന്നെക്കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നത് അത് ഞാൻ ചെയ്തോളാം. ഞാൻ എന്ത് ചെയ്യണമെന്നോ നീ എന്നെക്കുറിച്ച് എന്തിനു വേണ്ടിയാണോ നീ എന്നെ വിളിച്ചത്, എന്തിനു വേണ്ടിയാണോ നീ എന്നെ വേർതിരിച്ചത്, അത് ചെയ്യാൻ ഞാൻ തയ്യാറാ കർത്താവേ. എൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി ഒന്നും എന്നിൽ നിന്ന് കുറഞ്ഞിട്ടില്ലെന്ന് ഞാൻ അറിയുന്നു. നിൻ്റെ ആവശ്യം അറിയുന്ന ദൈവം. ആർ യു റെഡി ഫോർ എ മൂവ്? ഒറ്റ ചോദ്യം എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നീ ഒരു മാറ്റത്തിന് തയ്യാറാണോ? ചൂരച്ചെടിയുടെ തണലിൽ നിന്ന് ദൈവത്തിൻ്റെ പർവ്വതമാകുന്ന ഹോരേബിലേക്ക് വരാൻ നീ തയ്യാറാണോ? ദാറ്റ്സ് അപ് ടു യു. പൂർണ്ണമായും നിൻ്റെ ഇഷ്ടത്തിന്. ദൂതൻ കൈക്ക് പിടിച്ചൊന്നും നിന്നെ വലിച്ചുകൊണ്ട് പോകത്തില്ല. വാടാ ഇവിടെ എന്നും പറഞ്ഞിട്ടൊന്നും എന്ത് ചെയ്യത്തില്ല. ദൂതൻ നിന്നെ എന്ത് ചെയ്യത്തില്ല. ബട്ട് ഇറ്റ്സ് ടോട്ടലി അപ് ടു യു. പൂർണ്ണമായും നിൻ്റെ ഹിതത്തിന് വേണ്ടി വിളിച്ചു തന്നിരിക്കുക ദൈവം. ടോട്ടലി അപ് ടു യു. നിനക്ക് വേണ്ടി മാത്രം വിട്ടു തന്നിരിക്കുന്ന ഒരു കാര്യമാണ്. ആർ യു വില്ലിംഗ് ടു മൂവ്? മാറാൻ നിനക്ക് തയ്യാറുണ്ടോ? ചൂരച്ചെടിയോട് യാത്ര പറയാൻ നിനക്ക് സമ്മതമാണോ? ചൂരച്ചെടി എന്തിനെ നിലനിർത്തുന്നു? നിന്റെ പഴയ ജീവിതത്തിൻ്റെ നിരാശയെ, തകർച്ചയെ, ശൂന്യതയെ, ഇനി മുന്നോട്ട് എനിക്ക് പോകാൻ കഴിയത്തില്ലെന്നുള്ള ചിന്താഗതിയെ എല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ് എന്നുള്ളതിൻ്റെ പ്രതീകമാണ് ചൂരച്ചെടിയുടെ തണൽ. നീ അവിടെ നിൽക്കാനാണോ താല്പര്യപ്പെടുന്നത്? അതോ
അവിടെ നിന്ന് എഴുന്നേറ്റ് ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വിധത്തിൽ മുന്നോട്ട് പോകാൻ ഞാൻ തയ്യാറാണ്. ഐ ആം റെഡി ടു മേക്ക് എ മൂവ്. എൻ്റെ അടുത്ത ചുവട് വെക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ അടുത്ത പാതയിലേക്ക് ഞാൻ പോകുവാൻ തയ്യാറാണ്. ഇങ്ങനെ ജീവിച്ച് എന്നും നിരാശയുടെ പാട്ടുപാടി, എന്നും കണ്ണുനീരിൻ്റെ പാട്ടുപാടി, എന്നും വേദനയുടെ പാട്ടുപാടി, എന്നും ഇല്ലായ്മയുടെ സാക്ഷ്യം പറഞ്ഞ് എന്നും ഈ ഒന്നുമില്ലായ്മയുടെ പരാധീനതയുടെ, പരാജയത്തിൻ്റെ, ശൂന്യതയുടെ, അർത്ഥബോധമില്ലാത്ത ജീവിതം നയിച്ച് പഴയകാല അനുഭവങ്ങളെ മുഴുവനും എണ്ണിപ്പെറുക്കി ഇനി ഭാവി ഒന്നും മുന്നോട്ട് കാണാൻ നിവൃത്തിയില്ലാതെ ഞാൻ ഇവിടെ കിടന്ന് അവസാനിക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് ജീവിക്കാനാണോ നിന്റെ പരിപാടി? അതോ ദൈവഹിതത്തിനു വേണ്ടി നിന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ദൂതൻ്റെ വാക്കുകളുടെ മുൻപാകെ, നിനക്കറിയാം നിന്നോട് ഇടപെട്ടത് ദൂതൻ തന്നെയാണെന്ന്, കാരണം ഇവിടെ വേറൊരു മനുഷ്യ കുഞ്ഞു വരാൻ യാതൊരു നിവൃത്തിയുമില്ല. നിനക്കറിയാം നീ കേട്ടത് ദൈവത്തിൻ്റെ ശബ്ദം തന്നെയാണെന്ന്, കാരണം നീ എവിടാണെന്ന് ലോകത്തിലെ ആർക്കും അറിയത്തില്ല. അങ്ങനൊരു സാഹചര്യത്തിലേക്ക് എൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന് എന്നോട് സംസാരിച്ച ശബ്ദം ദൈവത്തിൻ്റെ ദൂതൻ്റെ തന്നെയാണ്. എന്നോട് ഇടപെട്ടത് ദൈവം തന്നെയാണ്. എന്നെ രക്ഷിക്കുവാൻ എന്നോട് എനിക്ക് വെളിപ്പെട്ടത് ദൈവത്തിൻ്റെ ദൂതൻ തന്നെയാണ്. നിനക്ക് ആ ശബ്ദത്തിന് കീഴ്പ്പെടാൻ മനസ്സുണ്ടോ എന്നുള്ളതാണ് ഇന്നറിയേണ്ടത്. നിനക്ക് ആ ദൈവ ശബ്ദത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടോ എന്നുള്ളതാണ് ഇന്നറിയേണ്ടത്. നിനക്ക് ആ ശബ്ദത്തിൻ്റെ മുൻപാകെ നിന്നെ തന്നെ വിധേയപ്പെടുത്താൻ മനസ്സുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഏലിയാവ് ആ ദൈവശബ്ദത്തിൻ്റെ മുൻപാകെ സമർപ്പിച്ചു. ആ ദൈവദൂതൻ്റെ ശബ്ദത്തിൻ്റെ മുൻപാകെ സമർപ്പിച്ചു. കാരണം അവനറിയാം തന്നോട് സംസാരിച്ചത് ദൈവത്തിൻ്റെ ദൂതൻ തന്നെയാണെന്ന്. കാരണം അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ ഇവിടെ വരാൻ വേറെ ആരുമില്ല. അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ എനിക്ക് അപ്പവും വെള്ളവും കൊണ്ട് തരുവാൻ ആരുമില്ല. അത് ഏലിയാവിന് നല്ലപോലെ അറിയാം. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയാം. നീ കേട്ടത് ദൈവശബ്ദമാണെന്ന് നിനക്ക് ഉറപ്പുണ്ട്. പക്ഷെ അനുസരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു വടംവലിയുള്ള ഇപ്പം അത്രയേ ഉള്ളൂ. കേട്ടത് ദൈവശബ്ദം തന്നെയാണ്, സംസാരിച്ചത് ദൈവത്തിൻ്റെ ദൂതൻ തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. സംഗതി ദൈവമൊക്കെ ഇവിടെ ഉണ്ട്, പറയുന്നതൊക്കെ ദൈവത്തിൻ്റെ വചനം തന്നെ. എന്നോട് ഇടപെട്ടത് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ്, ഞാൻ കേട്ടത് ദൈവത്തിൻ്റെ ശബ്ദം തന്നെയാണ്. പക്ഷെ ഇപ്പം വടംവലി നടക്കുന്ന ഏതൊരു കാര്യത്തിലാണെന്നറിയാമോ? അനുസരിക്കണോ വേണ്ടായോ, അനുസരിക്കണോ വേണ്ടായോ, അനുസരിക്കണമോ വേണ്ടായോ. അവിടെ എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അവിടെ തീരുമാനം നിൻ്റേത് തന്നെയാണ്. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തിരഞ്ഞെടുപ്പിൻ സ്വാതന്ത്ര്യത്തോടുകൂടെയാണ്. ദൈവത്തിന് വേണമെങ്കിൽ മനുഷ്യനെ കുറേ റോബോട്ട്സായിട്ട് സൃഷ്ടിച്ചു വിടാമായിരുന്നു. ഇല്ല, തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം ദൈവം നമുക്കും ദൂതന്മാർക്കും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് ടോട്ടലി അപ് ടു യു. സമ്പൂർണ്ണമായി നിനക്കാണ്. നീ കേൾക്കുന്ന ദൈവശബ്ദത്തിൻ്റെ മുൻപിൽ അനുസരിക്കണമോ വേണ്ടായോ എന്ന് തീരുമാനിക്കാൻ. നീ കേൾക്കുന്ന ദൈവശബ്ദത്തിൻ്റെ മുൻപിൽ അടുത്ത സ്റ്റെപ്പ് എടുക്കണമോ, അടുത്ത ചുവട് എടുക്കണമോ വേണ്ടായോ എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നിനക്കുണ്ട്. ഏലിയാവ് രണ്ടാമത് കേട്ട ദൈവശബ്ദത്തിൻ്റെ മുൻപാകെ അവനൊരു തീരുമാനമെടുത്തു. അവൻ എന്തു ചെയ്തു? യഹോവയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യം വന്ന് അവനെ തട്ടി, എഴുന്നേറ്റ് ഭക്ഷിക്ക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് ഭക്ഷിച്ച് കുടിച്ചു. ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 രാവും 40 പകലും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. നാലാമത്തെ പോയിൻ്റ്, നിൻ്റെ ഭാവി അറിയുന്ന ദൈവം. അഞ്ചാമത്തെ, നിൻ്റെ ഭാവി അറിയുന്ന ദൈവം. നീ നോക്കുമ്പോഴാണ് നിനക്ക് ഭാവിയില്ലാത്ത, അല്ലേ? നീ നോക്കുമ്പോൾ എന്തുവാ? നിൻ്റെ ഭാവിയെല്ലാം തീർന്നു. നീ നോക്കിയപ്പോൾ നിനക്ക് ഒരു ഭാവിയില്ല. ആകെ ഒരു ഭാവി ഏതേ ഉള്ളൂ? ഇസബേലിൻ്റെ വാളിൻ്റെ. അതെ, പക്ഷെ ദൈവം നോക്കുമ്പോൾ അതല്ല. ദൈവം നോക്കുമ്പോൾ നിനക്ക് നിൻ്റെ ഭാവിയേക്കാൾ അപ്പുറമായി നിൻ്റെ ഭാവി അവൻ കാണുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ. നീ നോക്കിയപ്പോഴാണ് ചെങ്കടലുണ്ട് വഴി അവിടെ കൊണ്ട് അവസാനിച്ചേക്കുന്നത്. ദൈവം നോക്കുമ്പം ചെങ്കടലിൻ്റെ നടുവിൽ കൂടെ ഒരു വഴി കിടപ്പുണ്ട്. നീ നോക്കുമ്പോൾ
വഴിയടഞ്ഞ ഭാവി, ഗതിമുട്ടിയൊരു ഭാവി, ഇതിവിടം കൊണ്ടെല്ലാം തീർന്നു എന്ന് നിനക്ക് തോന്നുമ്പോൾ എൻ്റെ കർത്താവ് നിന്നോട് പറയുന്നത്, എൻ്റെ വാക്കനുസരിക്കാമെങ്കിൽ വഴി നിനക്ക് വേണ്ടി തുറക്കുന്ന ദൈവമാണ് ഞാൻ. നിൻ്റെ ഭാവി അറിയുന്ന ഒരു ദൈവം. ഏലിയാവിൻ്റെ ഭാവിയെക്കുറിച്ച് ദൈവത്തിനറിയാം. ഗോഡ് ഹാസ് ഓൾറെഡി ഗോട്ട്. അപ്പോൾ ന്യായമായിട്ടൊരു ചോദ്യം ചോദിച്ചാൽ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പരിപാടി ദൈവം ഇവൻ്റെ ജീവിതത്തിൽ നിർണയിച്ചതാണോ ഇല്ലയോ എന്നുള്ളതാണ്. ഏതാ? ഇങ്ങനെ ചൂരച്ചെടിയുടെ അവിടെ പോവുക, കിടക്കുക, ദൂതം വരിക, ആഹാരം കൊടുക്കുക, ഇത് ദൈവം ഇട്ട പ്ലാനായിരുന്നോ അതോ മനസ്സിലായില്ല എൻ്റെ ചോദ്യം എന്തുവന്നല്ലേ? ഏലിയാവിൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു ടൈം ഗ്യാപ്പ് എനിക്ക് തോന്നുന്നു ഒരു 40-45 ദിവസത്തെ, കാരണം 40 ദിവസം വഴി അങ്ങോട്ട് നടക്കേണ്ടി വന്നു അല്ലേ, ഒരു ദിവസത്തെ വഴി അങ്ങോട്ട് നടന്നു, പിന്നെ ഒരു ദിവസം വഴി ഇങ്ങോട്ട് നടക്കും, അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു 45 ദിവസം ഇട്ടേക്കാം. ഈ 45 ദിവസത്തെ ഈ ചുറ്റിക്കെട്ട് മുഴുവൻ ഉണ്ടായത് എന്തുകൊണ്ടാണ്? അത് ദൈവം അനുവദിച്ചതാണോ? അത് ദൈവത്തിൻ്റെ പ്ലാൻ ആയിരുന്നോ? നോ. അവിടാണ് എൻ്റെയും നിൻ്റെയും തിരഞ്ഞെടുപ്പിൻ്റെ ഫലം. ഇസ്രായേൽ ജനങ്ങളെ മരുഭൂമിയിൽ 40 വർഷം നടത്തുക എന്നുള്ളത് ദൈവത്തിൻ്റെ പ്ലാൻ ആയിരുന്നില്ല. അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടി വന്നേ? 40 വർഷം നടക്കേണ്ടി വന്നേ. പല അനുഗ്രഹങ്ങളും നിൻ്റെ ജീവിതത്തിൽ വൈകുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. നിൻ്റെ കയ്യിലിരിപ്പുണ്ടാ. റോങ് ചോയ്സസ് യു ഹാവ് ടേക്കൺ. നീ എടുത്ത ചില തെറ്റായ തീരുമാനങ്ങളും. പലരും ഇവിടെ വന്ന് എന്നോട് പിന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പാസ്റ്റർ പറയുന്നത് അന്നേ കേട്ടാൽ മതിയായിരുന്നോ. ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ, ഇനിയിപ്പോൾ അന്നേ കേൾക്കാനൊക്കത്തില്ലല്ലോ, ഇനിയെങ്കിലും കേട്ടോളാൻ പറയും. റോങ് ചോയ്സസ്. പിന്നെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ദൈവം അതല്ല എന്ത് ചെയ്യുന്നറിയാമോ? നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കും. നിൻ്റെ ജീവചരിത്രത്തിൽ ഒരു അധ്യായം കൂടെ എഴുതാൻ നിനക്ക് കിട്ടിയെന്ന് മാത്രം. ഇപ്പം ഏതാ? the two visitations of the angel. ദൂതന്മാരുടെ 2 സന്ദർശനം. അങ്ങനെ ഒരു അധ്യായം കൂടെ എഴുതാൻ ഇടവന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു എൻ്റെ കാര്യം ഒറ്റേ ഒന്നുള്ളൂ, നിൻ്റെ ഭാവി അറിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ പറയുന്നു, എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള വിചാരങ്ങൾ ഏറ്റവും ശ്രേഷ്ഠവും ഉന്നതവും ഉദാത്തവുമാണ്. പക്ഷെ പലപ്പോഴും നമുക്കത് എത്തിപ്പറ്റാൻ കഴിയുന്നില്ല. എവിടാ പറ്റിയ നമുക്ക് പ്രശ്നമെന്ന് പറഞ്ഞുതരാം. രാവിലെ പ്രാർത്ഥനയുടെ ആരംഭ നിമിഷത്തിൽ ദൈവാത്മാവ് പറഞ്ഞല്ലോ, നമ്മുടെ വിശ്വാസം ക്ഷീണിക്കുമ്പോൾ നമ്മുടെ കാഴ്ചയ്ക്ക് മങ്ങൽ സംഭവിക്കുക. നമ്മുടെ വിശ്വാസം ക്ഷീണിക്കുമ്പോൾ, നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് ക്ഷീണം സംഭവിക്കുമ്പോൾ നമ്മുടെ കാഴ്ചയ്ക്ക് മങ്ങൽ ഏൽക്കുക. കാണാൻ വ്യക്തമായിട്ട് സാധിക്കുന്നില്ല. കാറ്ററാക്റ്റ് ബാധിച്ചവരെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ തിമിര രോഗം വന്നവരെക്കുറിച്ച്. തിമിരം ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേക്ക് കണ്ണ് തിമിരം വരത്തില്ല. ആർക്കും ഉണ്ടോ? തിമിരത്തിൻ്റെ കാറ്ററാക്റ്റിന് ഓപ്പറേഷൻ കഴിഞ്ഞവർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല, ആരുമില്ല. സ്വത്രം. നമ്മുടെ സഭ ഇപ്പം നല്ല സഭയാണല്ലോ. കാറ്ററാക്റ്റിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞവർ ആരും ഈ സഭയ്ക്കകത്തില്ല. വീട്ടിലുണ്ട്. എങ്ങനെയായിരുന്നത്? ഒരു ദിവസം കൊണ്ടുണ്ടായതാണോ പുള്ളിക്കാരിക്കല്ലേ? എങ്ങനെ ഒരു ദിവസം കൊണ്ടാണത് ഉണ്ടായേ? ഗ്രാജ്വലായിട്ടാണ്. എന്ന് പറഞ്ഞാൽ അത് പതുക്കെയാണ് ഉണ്ടാകുന്നത്, ക്രമാനുഗതമായിട്ടാണ്. വിശ്വാസം കുറഞ്ഞ് തിമിരമായിട്ട് മാറി. ഇപ്പോൾ ഒന്നും കാണാൻ പറ്റാതായി. ഇന്നലെ ഒരു പാസ്റ്റർ എന്നെ കാണാൻ പറഞ്ഞു. പാസ്റ്ററിനോട് പറഞ്ഞു, പാസ്റ്റർ എൻ്റെ ഇടത്തെ കണ്ണിൻ്റെ കാഴ്ച മുഴുവൻ പോയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ പറ്റി? ഡോക്ടറെ കണ്ടോ? ഞാൻ പറഞ്ഞു, ഉടനെ പോയി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. വണ്ടി ഓടിക്കുന്ന നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച പോയാലേ ബുദ്ധിമുട്ടാണ്. നമ്മുടെ മേഴ്സി ഹോം നടത്തുന്നൊരു പാസ്റ്ററാണ്. ഞാൻ പറഞ്ഞു, ഉടനെ പോയി എന്ത് ചെയ്തോണം? നമ്മുടെ വിശ്വാസം കുറയുമ്പോൾ നമ്മുടെ കാഴ്ച, ഞാൻ ഈ കാഴ്ച എന്ന് പറയുന്നത് ഭൗമിക കാഴ്ചയല്ല കേട്ടോ, നമ്മുടെ ആത്മീയ കാഴ്ച കുറയുക. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അത് മുഴുവനും നമുക്ക് അത് കാണാൻ കഴിയാതെ വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു? വെയ്കായി അതങ്ങനെ വിടുന്നത് അല്ലേ? വെയ്കായിട്ട് അവ്യക്തമായി എന്ത് ചെയ്തു?
ആദ്യം ചെറിയ ചെറിയ അക്ഷരങ്ങളാണ് കാണാതായത്. പിന്നെ ഇപ്പം വെണ്ടയ്ക്ക പോലെ എഴുതി വെച്ചാലും ഇപ്പോൾ എന്ത് ചെയ്യത്തില്ല, കാണാതായി. എന്താ സംഭവിച്ചേ? കാറ്ററാക്ട് വന്നു, തിമിരം ബാധിച്ചു നമ്മുടെ കണ്ണുകൾക്ക്. ചോദിച്ചോട്ടെ, ദൈവവിഷയമായി നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെ ഇരിക്കുന്നു? കണ്ണുകളുടെ കാഴ്ചശക്തി കുറഞ്ഞോ? അതോ ഇപ്പോഴും കൊച്ചക്ഷരമൊക്കെ നിനക്ക് വായിക്കാൻ കഴിയുമോ? ദൈവത്തിൻ്റെ ചെറിയ വാക്തത്വം പോലെ ഇപ്പം നിനക്ക് കാണാനും സ്വീകരിക്കാനും അംഗീകരിക്കാനും കഴിയുന്നുണ്ടോ? ചെറുതുപോയിട്ട് വലുതുപോലും ഇപ്പം എന്ത് ചെയ്യുന്നില്ല, കാണാൻ പറ്റുന്നില്ലെന്നുള്ളതാ. നിൻ്റെ വായിൽ നിന്ന് വരുന്ന മുഴുവൻ ഇപ്പം നിരാശയുടെ വാക്കുകളാ. ഇല്ല, ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ എത്രയുണ്ടെങ്കിലും അതെല്ലാം ഉവ്വ് എന്നാ. നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോയോ നമുക്ക്? മറ്റേത് കർത്താവിന് വേണ്ടി എന്തും സഹിക്കുവാൻ ഉള്ള കഴിവ്, പ്രാപ്തി ഇതൊക്കെ നമുക്കുണ്ടായിരുന്നു. ഇന്നതെല്ലാം നഷ്ടപ്പെട്ട്, ഒരുപക്ഷെ നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രതികൂലങ്ങളുടെ ശക്തി കൊണ്ടായിരിക്കാം. എന്തു തന്നെ ആയിരുന്നാലും ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള ഒറ്റ ഒരു കാര്യം, നിന്നെ അറിയുന്ന ഒരു ദൈവം. നീ അറിയുന്ന ദൈവം മാത്രമല്ല, നിന്നെ അറിയുന്ന ദൈവം. ഏലിയാവിനെ അറിഞ്ഞൊരു ദൈവം ഉണ്ടായിരുന്നു. ഞാൻ വർഷങ്ങൾക്ക് മുൻപ് ഒരു പ്രസംഗിച്ചിട്ടുണ്ട്. ദൈവത്തെ അറിഞ്ഞവനും ദൈവം അറിഞ്ഞവനെന്ന് പറഞ്ഞ ഏലിയാവിനെ കുറിച്ച്. നിന്നെ അറിയുന്ന ഒരു ദൈവം. ഏലിയാവിനെ അറിഞ്ഞ ഒരു ദൈവമുണ്ട്. അവൻ്റെ 4 അവസ്ഥകളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവൻ ഏലിയാവിനെ അറിഞ്ഞു, അവൻ്റെ അവസ്ഥ അറിഞ്ഞു, അവൻ എവിടെ ആയിരിക്കുന്നു എന്നറിഞ്ഞു, അവൻ്റെ ആവശ്യം അറിഞ്ഞു, അവൻ്റെ ഭാവിയെക്കുറിച്ചും അറിഞ്ഞു. നിന്നെ അറിയുന്ന ദൈവത്തിന് ഇത്രയും കാര്യങ്ങൾ അറിയാം. നീ നോക്കുമ്പോഴായിരിക്കും ഇതെല്ലാം ഒരു ബ്ലറായിട്ട് എന്ന് പറഞ്ഞാൽ വ്യക്തമല്ലാതായി കിടക്കുന്നത്. പക്ഷേ ദൈവത്തിന് അതിൻ്റെ മുൻപിൽ വളരെ വ്യക്തതയുണ്ട്. ദൈവത്തിന് വളരെ വ്യക്തമായിട്ടറിയാം. ഇന്ന് പകൽക്കാലം ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിന്നെ തന്നെ നിനക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവേ, നീ എന്നെ അറിയുന്ന ദൈവമെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ ഭാവിയെക്കുറിച്ച് നിനക്കറിയാം. ഞാനിപ്പോഴായിരിക്കുന്നത് എവിടെയെന്ന് നിനക്കറിയാം. എൻ്റെ അവസ്ഥ നിനക്കറിയാം. എൻ്റെ ആവശ്യങ്ങൾ നിനക്കറിയാം. ഏലിയാവ് അവിടെ കിടന്ന് പ്രാർത്ഥിച്ചില്ല, ദൈവമേ എനിക്ക് വിശക്കുന്നെന്ന് പ്രാർത്ഥിച്ചില്ല, എനിക്ക് വെള്ളം വേണമെന്നും പ്രാർത്ഥിച്ചില്ല. നിന്നെ അറിയുന്ന ദൈവം, നീ യാചിക്കുന്നതിന് മുൻപ് നിൻ്റെ ആവശ്യങ്ങളിൽ നിന്നറിഞ്ഞ് നിൻ്റെ അടുക്കലേക്ക് ദൈവം എത്തിച്ചേരുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഒരു ദൂതായിട്ട് നിന്നോട് വിളിച്ചു പറയുന്നു, നിൻ്റെ ആവശ്യം ഇന്നതെന്ന് നീ യാചിക്കുന്നതിന് മുൻപ് അറിയുന്ന ദൈവം. നിന്നെ ഈസബേലിൻ്റെ വാളിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നവനല്ല അവൻ. നിന്റെ ഭാവിക്ക് വേണ്ടി അവൻ കരുതിയിട്ടുണ്ട് ഏറ്റവും ശ്രേഷ്ഠമായത്. ദൈവാത്മാവ് ആ ഭാഗം പഠിച്ചപ്പോഴേ എൻ്റെ ഹൃദയത്തോട് പറഞ്ഞൊരു ദൂത് ഇതാണ്: നീ കർത്താവിന് വേണ്ടി ശ്രേഷ്ഠതയോടെ നിന്നെങ്കിൽ ദൈവം നിന്നെ മാനിക്കുന്നതും ശ്രേഷ്ഠമായിട്ടായിരിക്കും. നീ കർത്താവിന് വേണ്ടി മറ്റാരും ചെയ്യാത്തത് ചെയ്തവനാണെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്നതും മറ്റാർക്കും ചെയ്യാത്തതായിരിക്കും. മറ്റൊരു പ്രവാചകനും ചെയ്യാത്തതാണ് ഏലിയാവ് ദൈവത്തിന് വേണ്ടി ചെയ്തത്. അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രവാചകന്മാർക്ക് ചെയ്യാത്തത് ദൈവം ഏലിയാവിന് വേണ്ടി ചെയ്തു. ഇന്ന് പകൽക്കാലം ആ ഒരു ഉറപ്പെനിക്കുണ്ട്. എനിക്ക് വേണ്ടി ദൈവം ശ്രേഷ്ഠമായത് ചെയ്യും. എനിക്ക് വേണ്ടി ദൈവം ഏറ്റവും നന്മയായത് ചെയ്യും. അവൻ എന്നെ അറിയുന്നവനാണ്. അവൻ എന്നെ പേർ ചൊല്ലി വിളിച്ചവനാണ്. ഞാൻ അവൻ്റേതാണ്. അതുകൊണ്ട് എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ല. എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ല. അവൻ എന്നോട് കൂടെ ഇരുന്ന് എന്നെ ജയത്തോടെ നടത്തും. ഏലിയാവിനോട് കൂടെ ഇരുന്നവൻ മരുഭൂമിയിൽ ചൂരച്ചെടിയുടെ തണലിൽ അവൻ വിശന്നിരുന്നപ്പോൾ
അവൻ ദാഹിച്ചപ്പോൾ, അവൻ ക്ഷീണിതനായിരുന്നപ്പോൾ അവനെ ശക്തീകരിച്ച് അവനെ വീണ്ടും ബലപ്പെടുത്തിയ ദൈവം നിന്നെ വീണ്ടും ശക്തീകരിക്കാൻ പോകുക. ദൈവം നിനക്ക് വീണ്ടും ബലം നൽകി തരുവാൻ പോകുക. ദൈവം വീണ്ടും നിന്നെ ഏത് ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചോ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിന്നെ പ്രാപ്തനാക്കാൻ പോകുകയാണ്. നിന്റെ നിരാശകൾ മാറട്ടെ, നിന്റെ ഭാരങ്ങൾ മാറട്ടെ, നിന്റെ വേദനകൾ നിന്നിൽ നിന്ന് മാറട്ടെ, നിന്റെ കണ്ണുനീര് മാറട്ടെ, നിന്റെ പിറുപിറുപ്പ് മാറട്ടെ, എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തി എന്നുള്ള ചിന്ത മാറട്ടെ, നിനക്കാരുമില്ലെന്നുള്ള ചിന്ത നിന്നിൽ നിന്ന് മാറട്ടെ. നല്ല പിതാവായി, നല്ല ദൈവമായി അവൻ നിന്നോട് കൂടെയുണ്ട്. ദൈവസ്ഥലിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകൾ വന്ന തിക്താനുഭവങ്ങളുടെ വെളിച്ചത്തിൽ, വേദനയുടെ വെളിച്ചത്തിൽ, ജീവിതത്തിലേറ്റ ആഘാതങ്ങളുടെ വെളിച്ചത്തിൽ ഇനി മറ്റൊന്നിനു വേണ്ടി മറ്റൊന്നിന് ആഗ്രഹിക്കാതെ എല്ലാം മതി എന്ന് നീ പറയുന്നെങ്കിൽ ദൈവാത്മാവ് നിന്നോട് പറയുക, ഇല്ല മകളെ, അല്ല, അങ്ങനല്ല. ഈ പ്രതിസന്ധിയിലും ഞാൻ നിന്നോട് കൂടെ ഇരുന്നത് കൊണ്ട് യു ക്യാൻ ട്രസ്റ്റ് മീ, നിനക്കെന്നെ വിശ്വസിക്കാം. നീ മരിക്കാൻ ആഗ്രഹിച്ചിട്ടും നിന്നെ ഞാൻ കൈവിടാതെ നിനക്ക് ജീവിക്കുവാനുള്ള അപ്പവും വെള്ളവും നിൻ്റെ കയ്യിൽ എത്തിച്ചത് ഞാനാണ്. അതുകൊണ്ട് നിനക്കെന്നെ വിശ്വസിക്കാം. ഈ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഞാൻ നിനക്ക് വേണ്ടി വഴിയൊരുക്കുന്ന ദൈവമാണ്. ഞാൻ നിന്നെ നടത്തുന്ന ദൈവമാണ്. ഞാൻ നിന്നെ കൈവിടത്തില്ല. എൻ്റെ പകൽക്കാലം ദൈവാത്മാവ് ചില ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഹൃദയത്തെ പ്രേരിപ്പിക്കുന്നതിനാൽ ഞാൻ പറയുന്ന ജീവിതങ്ങൾ ദയവായി മുന്നോട്ട് വന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ ജീവിതത്തിൽ വന്ന ചില തിക്താനുഭവങ്ങളുടെ വെളിച്ചത്തിൽ, ചില വേദനയുടെ വെളിച്ചത്തിൽ നീ മതി എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ എൻ്റെ കർത്താവ് നിന്നോട് പറയുന്നു, ഇല്ല, ഞാൻ നിന്നെ പുതിയൊരു അനുഭവത്തിലേക്ക്, പുതിയൊരു മണ്ഡലത്തിലേക്ക്, പുതിയൊരു അവസ്ഥയിലേക്ക്, പുതിയൊരു അനുഭവത്തിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. പക്ഷെ നീ അവിടെ നിന്ന് എഴുന്നേറ്റേ മതിയാകുകയുള്ളൂ. നീ അവിടെ നിന്നൊന്ന് എഴുന്നേറ്റ്, നീ മതി എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ്, ഉപകർത്താവേ, നീ എന്നെ ആഗ്രഹിക്കുന്ന മണ്ഡലത്തിലേക്ക്, നീ എന്നെ ആഗ്രഹിക്കുന്ന വഴിയിലേക്ക്, നീ എന്നെ ആഗ്രഹിക്കുന്ന പാതയിലേക്ക് നടക്കുവാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് നിന്റെ ചുവടുകൾ നീ മുന്നോട്ട് വയ്ക്കുമെങ്കിൽ കർത്താവ് നിന്നെ ബലപ്പെടുത്താൻ പോകുക. ദൈവം ചില നിയോഗങ്ങൾ നിന്നെ ഏൽപ്പിക്കാൻ പോകുക. നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ നീ ചെയ്തിട്ടില്ലാത്ത ചിലത് ചെയ്യുവാൻ ദൈവം നിന്നെ ശക്തീകരിക്കാൻ പോകുക. കർത്താവേ, നിന്റെ ഹിതത്തിന് വേണ്ടി ജീവിക്കുവാൻ ഞാൻ എന്നെ ഏൽപ്പിച്ചു തരുന്നുവെന്ന് ആര് ദൈവസ്ഥലിൽ ഇന്ന് സമർപ്പിക്കും? എൻ്റെ നിരാശ കൊണ്ട് ഞാൻ പലതും പറഞ്ഞുപോയി, എൻ്റെ വേദന കൊണ്ട് ഞാൻ പലതും പറഞ്ഞുപോയി, എൻ്റെ ജീവിതത്തിൽ വന്നതായ ദുഃഖങ്ങളുടെ കൂമ്പാരം കൊണ്ട് ഞാൻ ചിലത് പറഞ്ഞുപോയി. ഇനി ഞാൻ പ്രാർത്ഥിക്കുകയില്ല, ഇനി ഞാൻ ആരോടും കർത്താവിനെ കുറിച്ച് പറയുകയില്ല. ഞാൻ പറയുമ്പോഴെല്ലാം ഞാൻ നിന്ദിക്കപ്പെടും. ഞാൻ നിന്നെ കുറിച്ച് പറയുമ്പോഴെല്ലാം അവരെന്നെ പരിഹസിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഞാൻ ആരോടും പറയത്തില്ല എന്ന് നിന്റെ ഹൃദയത്തിൽ നീ തീരുമാനിച്ചെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, ഇല്ല, ഞാൻ നിന്റെ വായോടുകൂടെ ഇരിക്കും. ഞാൻ നിന്റെ വായോടുകൂടെ ഇരുന്ന നീ ആരോടെല്ലാം എന്നെക്കുറിച്ച് പറഞ്ഞോ അവരെയെല്ലാം ഞാൻ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ പോകുക. ജീവിതത്തിലേറ്റ ചില അടികളുടെ വെളിച്ചത്തിൽ ചില കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ച്, ചില കാര്യങ്ങളെല്ലാം മതിയാക്കി ദൈവാത്മാവിനെ കാണിച്ചൊരു വിഷയം ഇതാണ്. പുസ്തകവും മടക്കി നിന്റെ പാനയ്ക്ക് ടോപ്പ് ക്യാപ്പ് ഇട്ടിട്ട് മാറ്റി വെച്ചിരിക്കുക. ഇനി ഞാനത് തൊടത്തില്ല. ദൈവാത്മാവ് പറയുന്നു, ഇല്ല, ചില പുതിയ അധ്യായങ്ങളോട് എഴുതുവാൻ ഞാൻ നിനക്ക് ശക്തി തരാൻ പോകുക.
ചിലതെല്ലാം അവസാനിപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്നത് നിന്നോട് ദൈവാത്മാവ് പറയുന്നു, ഇല്ല, നിന്റെ വല വീണ്ടും കടലിലേക്ക് എറിയൂ. ചൂരച്ചെടിയുടെ തണലിൽ നിന്നേറ്റ ഏലിയാവ് ഹോരേബിലെത്തുവോളം 40 ദിവസവും അവൻ്റെ ഉള്ളത്തിൽ അവൻ കേട്ട ദൈവശബ്ദം, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. അവനറിയത്തില്ല അതെന്താണെന്ന്, പക്ഷെ അവനൊന്നറിയാം, ആ കേട്ട ആദ്യത്തെ ശബ്ദം. ബട്ട് നോട്ട് ക്ലിയർ, വ്യക്തമല്ല അടുത്ത് അതെന്താണ്, എങ്ങനെയാണെന്ന്. ഭാവിയെക്കുറിച്ച് വ്യക്തമായ ഒരു ക്ലാരിറ്റി ഇല്ലാതെ, പക്ഷെ എന്തോ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ നിന്നറിയാം, പക്ഷെ അത് എന്താണെന്ന് അറിയത്തില്ല. ഇടയ്ക്കിടെ ജീവിതത്തിലുണ്ടായ ചില ദൈവിക സന്ദർശനങ്ങൾ, ചില ദൈവിക വെളിപ്പാടുകൾ, ചില ദൈവിക എൻകൗണ്ടേഴ്സ്, ദൈവിക അഭിമുഖങ്ങൾ നിനക്കുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിനക്കറിയത്തില്ല. ദൈവം നിന്നോട് സംസാരിച്ചു, ദൈവം നിന്നോട് ഇടപെട്ടു, എൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെന്നൊക്കെ നിനക്കറിയാം, പക്ഷെ അത് എന്താണെന്ന് അറിയുന്നില്ല. ദൈവാത്മാവ് പറയുന്നു, കം ടു ഹോരേബ്, ഹോരേബിലേക്ക് വാ, അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കാം.